സമഗ്രമായ ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രഭാത കേരളം ആദ്യം പോകുന്നത് ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും അതിന്റെ തുടർ നീക്കങ്ങളുമാണ് അല്ലേ? അതെ അതെ. അവിടെ നാഷണൽ ഡെസ്കിൽ നിന്ന് രാഗേഷ് തയ്യാറായി നിൽക്കുകയാണ്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് സർക്കാർ രൂപീകരണം, ത്രിപുരയിലെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ആ ഒരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അതുമായി ഒക്കെ ബന്ധപ്പെട്ട ആ ഒരു സമഗ്രമായ വിവരം. സജിത് ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ കൂടി സജീവമായിരിക്കുകയാണ്. ത്രിപുരയിൽ BJPക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. ഒപ്പം തന്നെ നാഗാലാൻഡിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി NDPP BJP സർക്കാർ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു തൂക്കുസഭ ഉണ്ടായിരിക്കുന്നത് മേഘാലയയിലാണ്. അവിടെ ഏതായാലും ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 60 അംഗ നിയമസഭയിൽ 31 അംഗങ്ങളുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ NPPക്ക് 26 MLA-മാരെയാണ് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അവർക്ക് BJP ഇന്നലെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ, അവിടെ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിന്റെ കൺവീനർ കൂടിയാണ് ഹിമന്ത ഏതായാലും ഈ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ BJPക്ക് 2 അംഗങ്ങൾ മാത്രമാണുള്ളത്. അപ്പോഴും കേവല ഭൂരിപക്ഷത്തിന് 3 അംഗങ്ങളുടെ കൂടി ആവശ്യം സർക്കാർ രൂപീകരണത്തിനുണ്ട്. അതിനുള്ള ചർച്ചകളാണ് ഏതായാലും ഈ ഘട്ടത്തിൽ നടക്കുന്നത്. മേഘാലയ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ 19 സീറ്റുകൾ കിട്ടിയിട്ടുള്ളത് ചെറു പാർട്ടികൾക്കാണ്. ഈ ചെറു പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ്, ആ ചർച്ചകളാണ് ഇപ്പോൾ ഏതായാലും നടക്കുന്നത്. UDP എന്ന് പറയുന്ന പാർട്ടിക്ക് 11 MLA-മാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ UDPയെ ഒപ്പം നിർത്തി സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും BJPയുടെയും ഒപ്പം തന്നെ NPPയുടെയും ഭാഗത്ത് നടക്കുക. കഴിഞ്ഞ സർക്കാരിൽ കോൺട്രാക്ട് സാങ്മയ്ക്ക് NPPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന പാർട്ടിയാണ് UDP. അതുകൊണ്ട് തന്നെ അവരെ ഒപ്പം നിർത്തുക NPPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യമല്ല. ഒരുപക്ഷെ ഇന്ന് തന്നെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും മേഘാലയയിലും വലിയ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം ത്രിപുരയിലേതാണ്. കാരണം ത്രിപുരയിൽ സമാനം BJP കേവല ഭൂരിപക്ഷം നേടിയെങ്കിലും അവരൊരു മുഖ്യമന്ത്രി സ്ഥാനത്തെ പ്രഖ്യാപിക്കാതെയായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ നിലവിലെ മുഖ്യമന്ത്രി മണിക് സാഹ തുടരുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. കാരണം കേന്ദ്ര നേതൃത്വത്തിലെ ചിലർക്ക് മണിക് സാഹ തുടരട്ടെ എന്ന അഭിപ്രായമുണ്ടെങ്കിൽ പോലും മറ്റൊരു പേര് കൂടി അവിടെ BJP പരിഗണിക്കുന്നു എന്നാണ് കാര്യം. കാരണം പ്രതിമ ഭൗമിക് കേന്ദ്രമന്ത്രിയാണ്. പ്രതിമ ഭൗമിക് വനിതാ നേതാവാണ്. ത്രിപുരയിൽ നിന്നുള്ള രണ്ടാമത്തെ കേന്ദ്രമന്ത്രി കൂടിയാണ്. ആദ്യ വനിതാ കേന്ദ്രമന്ത്രിയാണ് പ്രതിമ ഭൗമിക്. അങ്ങനെ പ്രതിമ ഭൗമിക് വിജയിച്ച മണ്ഡലം, അതായത് CPMന്റെ തട്ടകത്തിൽ വിജയിച്ചൊരു നേതാവാണ് പ്രതിമ ഭൗമിക്. പ്രത്യേകിച്ച് മണിക് സർക്കാർ കഴിഞ്ഞ 5 തവണ വിജയിച്ചിരുന്ന മണ്ഡലം. അതിനു മുമ്പ് സമർ ചൗധരി വിജയിച്ചിരുന്ന മണ്ഡലം. അതായത് 72-ലാണ് ത്രിപുര സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. ആ രൂപീകരിച്ചതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും CPM മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലത്തിലാണ് ഇത്തവണ പ്രതിമ ഭൗമിക് വിജയിച്ചത്. പ്രതിമ ഭൗമിക്കിന്റെ പേരും BJP ദേശീയ നേതൃത്വം പരിഗണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ പ്രതിമ ഭൗമിക് സംസ്ഥാനത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകും. മണിക് സാഖയെ അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. ഏതായാലും ഒരു തീരുമാനത്തിലേക്ക് BJP നേതാക്കൾ എത്തിയിട്ടില്ല. ഇന്ന് തന്നെ ഒരുപക്ഷെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സജിത് ആര്യ. രാകേഷ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ത്രിപുര തെരഞ്ഞെടുപ്പ് ഫലം BJPയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നിർണായകവും പ്രാധാന്യമുള്ളതുമാണല്ലോ. കാരണം CPIM-ൽ നിന്നും വീണ്ടും അവിടെ തുടർഭരണം നേടുന്നു എന്നതാണ് ആ സംസ്ഥാനത്ത് അവരുടെ വിജയത്തിൻ്റെ പ്രത്യേകത. ഈ ത്രിപുരയിലെ ഫലം എന്തുകൊണ്ട് കേരളത്തിനും പ്രധാനപ്പെട്ടതാകുന്നു എന്നത് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അടക്കം ആ സൂചനയുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം BJP കേന്ദ്രങ്ങൾ പൊതുവിൽ അടുത്ത ലക്ഷ്യം കേരളം എന്ന തരത്തിലേക്ക് ചർച്ചകൾ പോലും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആ തരത്തിലുള്ള എന്തെങ്കിലും സ്ട്രാറ്റജി പ്ലാനുകൾ BJP ഇതുവരെ പങ്കുവച്ചിട്ടുണ്ടോ? ഇന്നലെ ദേശീയ തലത്തിൽ ഈ BJP ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾ എന്താണ്? ഒരുപക്ഷെ കേരളത്തിലടക്കം തുടർ ചർച്ചകൾക്ക് ഇടവെക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം തന്നെയല്ലേ ഈ കേരള പശ്ചാത്തലത്തിൽ ത്രിപുരയുടെ വിജയത്തെ BJP ആഘോഷിക്കുന്നത്? സഹിത്ത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം പല കാര്യങ്ങൾ കൊണ്ട് കേരളവുമായി താരതമ്യം ചെയ്യാവുന്ന സംസ്ഥാനമാണ് ത്രിപുര. പ്രത്യേകിച്ച് അവിടെ പ്രധാനപ്പെട്ട എതിരാളി CPM ആണ്. കാരണം 2013 ആണ് BJP അവിടെ കേവലം 2% താഴെ മാത്രം വോട്ടുണ്ടായിരുന്ന BJP ആണ് 2018 ആകുമ്പോഴേക്കും അവിടെ ഭരണം പിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. മാത്രവുമല്ല ഇത്തവണയും സമാനമായ രീതിയിൽ കോൺഗ്രസും CPM ഒക്കെ ഒന്നുചേർന്നെങ്കിൽ പോലും അവിടെ BJPക്ക് വിജയിക്കാൻ സാധിച്ചു എന്നത് അവരുടെ രാഷ്ട്രീയ വിജയമാണ്. കാരണം 5 വർഷം ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരമുണ്ടാകും. ആ ഭരണവിരുദ്ധ വികാരത്തെയും ഈ സഖ്യത്തെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവിടെ
ത്രിപുരയിൽ ഒരു വിജയം നേടിയത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വിജയമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. മാത്രവുമല്ല, ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു കയറാൻ BJP കാലങ്ങളായി ശ്രമിക്കുന്നതാണ്. പ്രത്യേകിച്ച് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. അതിൽ തന്നെ BJPക്ക് വലിയ സ്വാധീനമെന്ന് പറയാവുന്ന സംസ്ഥാനം അത് കർണാടകം മാത്രമാണ്. 2007 കർണാടകത്തിൽ അധികാരത്തിൽ വന്നു. പിന്നീട് പലപ്പോഴായി കർണാടകത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് BJP. പക്ഷേ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാൻ BJPക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. ഇപ്പോൾ തെലങ്കാനയിൽ ഒരു വലിയ ശക്തിയായി BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സ്വാഭാവികമായും കേരളം പിടിക്കുമെന്ന് തന്നെയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ എന്തായാലും BJPയുടെ ഭാഗത്ത് ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ ആവിഷ്കരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം കൂടി കൂട്ടുമ്പോൾ 25 ലോക്സഭാ സീറ്റുകൾ മാത്രമാണുള്ളത്. കേരളത്തിൽ മാത്രം 20 ലോക്സഭാ സീറ്റുകളുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും പ്രധാനമന്ത്രി പറഞ്ഞത് മുഖവിലേക്ക് എടുക്കണം. കാരണം കേരളത്തിൽ കുറച്ചുകൂടി ഒരു അക്കൗണ്ട് തുറക്കുക, ലോക്സഭയിലേക്കായാലും അല്ലെങ്കിൽ നിയമസഭയിലേക്കായാലും അക്കൗണ്ട് തുറക്കുക എന്നത് സംബന്ധിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ലോക്സഭാ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് A ക്ലാസ് മണ്ഡലങ്ങളായി BJP വിശേഷിപ്പിക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്, തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്ട്രാറ്റജി BJP വിപുലപ്പെടുത്താനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. സജിത്. യെസ്, അതാണ് രാകേഷ് സൂചിപ്പിച്ചത്. എന്തായാലും ദേശീയ തലത്തിലടക്കം വലിയ തുടർ ചർച്ചകൾക്ക് ഇടവെക്കുന്ന നീക്കത്തിനാണ് BJP തുടക്കമിട്ടിരിക്കുന്നത്. ഇനി അതിന്റെ അലയൊലികൾ ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിലാണ്, സംസ്ഥാനത്താണ്. കാരണം മോദി കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി പത്രം അത് ഇവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്തായാലും ആ ഒരു പരാമർശത്തിന്മേലുള്ള പ്രതികരണങ്ങൾ ഇന്ന് ഇവിടുത്തെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും. തിരുവനന്തപുരത്ത് നിന്നും VV വിനോദ് ഉണ്ട്. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ അതിൻ്റെ സാഹചര്യത്തിലേക്ക് തന്നെ ഞങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയാം, പ്രധാനമായും ഇന്നലത്തെ ത്രിപുരയിലെ വിജയം BJP ഏതു തരത്തിൽ ആഘോഷിക്കുന്നു എന്നതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഏറെ തുടർ ചർച്ചകൾക്ക് ഇടവെക്കുന്നത്. അതിൽ പ്രധാനമായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും പ്രധാനമന്ത്രി പാർട്ടി ആസ്ഥാനത്ത് വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അടുത്ത ലക്ഷ്യം കേരളം എന്ന സൂചനയാണ് നടത്തിയിരിക്കുന്നത്. വിനോദ്, എന്തായാലും വിനോദിലേക്ക് ഞങ്ങൾ മടങ്ങി വരാം. അതിനു മുമ്പായി തന്നെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾ, ആ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആ നീക്കം കണ്ടതിന് ശേഷം, വാക്കുകൾ കേട്ടതിന് ശേഷം വിനോദിലേക്ക് മടങ്ങി വരാം. केरला की जनता भी ये देख रही है कि कैसे लेफ्ट और कांग्रेस दूसरे राज्यों में गठबंधन करते हैं और केरला में एक दूसरे के खिलाफ होने का ढोंग रचाते हैं. सच्चाई यही है कि ये दोनों मिले हुए हैं, दोनों मिलकर केरला को लूट रहे हैं. इसलिए मुझे विश्वास है कि आने वाले वर्षों में भी जैसे नागालैंड में हुआ है, जैसे मेघालय में हुआ है, जैसे गोवा में होता रहा है, केरला में भी भाजपा गठबंधन की सरकार बनेगी. അതാണ് കോൺഗ്രസും CPM-ഉം ചേർന്ന് എങ്ങനെയാണ് കേരളത്തെ കൊള്ളയടിക്കുന്നത്. അത് ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ അതിന് മറുപടി പറയുമെന്നാണ് മോദി സൂചിപ്പിക്കുന്നത്. കൃത്യമായും രാഷ്ട്രീയ സൂചനയുണ്ട്. അത് നേരത്തെ രാകേഷ് സൂചിപ്പിച്ച പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കൃത്യമായ അജണ്ടകൾ മുൻനിർത്തിയുള്ള ഒരു പുതിയ നീക്കത്തിനാണ് തുടക്കമിടുന്നത് എന്ന പ്രത്യേകതയുണ്ട്. വിനോദ്, നമ്മൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കഴിഞ്ഞു. കൃത്യമായ ചില രാഷ്ട്രീയ സൂചനകൾ അതിൻ്റെ അകത്തുണ്ട്. അവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള സന്ദർശനം. അദ്ദേഹം അടുത്ത ദിവസം 5-ാം തീയതി തൃശ്ശൂരിലേക്ക് അമിത്ഷാ എത്തുകയാണ്. സ്വാഭാവികമായും BJP എന്തോ ചില ലക്ഷ്യങ്ങളിലേക്ക് കേരളത്തിലേക്ക് വരുന്നു എന്ന സൂചനകളുണ്ട്. എന്തായാലും ത്രിപുരയുടെ തെരഞ്ഞെടുപ്പ് ഫലം ആദ്യം കേരളത്തിൽ എങ്ങനെ ചർച്ചകൾക്ക് ഇടവയ്ക്കും, ഇന്ന് നിയമസഭയിലടക്കം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ തുടർ ചർച്ചകൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ വിനോദ്? സൈത്ത്, ഗുഡ് മോർണിംഗ്. ആര്യ, ഗുഡ് മോർണിംഗ്. സൈത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPയെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ഒന്നുകൂടി സജീവമാകാനുള്ള സാഹചര്യം അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്ന കാര്യങ്ങളും. ഇന്ന് ആദ്യം നമുക്ക് നിയമസഭയുടെ ഒരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ BJPക്ക് ഒരു പ്രതിനിധിയില്ല. അതുകൊണ്ട് തന്നെ ഈ ത്രിപുരയിലെ സഖ്യം അത് സംബന്ധിച്ച് വിമർശനപരമായി ഏതെങ്കിലും, അതായത് വലിയ തോതിൽ രാഷ്ട്രീയമായി കോൺഗ്രസിനെയും CPM-നെയും കടന്നാക്രമിക്കുന്ന തരത്തിൽ സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുക അങ്ങനെ ഒരു സാഹചര്യമില്ല. കാരണം
ഈ ഒരു സഖ്യം അത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും, അതായത് തോറ്റുപോയിരുന്നെങ്കിൽ പോലും അത് ശരിയാണ്, അല്ലെങ്കിൽ തോറ്റാലും ജയിച്ചാലും ശരിയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളും ആ നിലയ്ക്ക് തന്നെയാണ്. അതായത് ഒരു വർഗീയ കക്ഷിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി, വർഗീയ പാർട്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആവശ്യമായ അല്ലെങ്കിൽ അനിവാര്യമായ ഒരു യോജിപ്പ്, അതൊരു നീക്കുപോക്ക് എന്ന നിലയ്ക്കാണ്, ഐക്യമല്ല എന്ന നിലയ്ക്ക് തന്നെയാണ് ഇരു ചേരിയിലെയും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടായത്. പക്ഷേ സഭയ്ക്ക് പുറത്ത് അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ ഒരു സഖ്യത്തെ വിമർശിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങളെ ഇവർ രണ്ടുപേരും ചേർന്ന് കൊള്ളയടിക്കുകയാണ് എന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതോടുകൂടി BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ. BJP നേതാക്കൾ പറയുന്നത് കേരളത്തിലും ഇവർ സഖ്യമായി മത്സരിക്കണം, എന്തുകൊണ്ട് മാറി നിൽക്കുന്നു, രാജ്യത്ത് പലയിടങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ ത്രിപുരയിൽ തന്നെ വളരെ പ്രത്യക്ഷമായി ഇങ്ങനെ ഒരു സഖ്യത്തിലേക്ക് പോയ നിലയ്ക്ക് എന്തുകൊണ്ട് ഇവർക്ക് കേരളത്തിൽ അത് ആയിക്കൂടാ എന്ന ചോദ്യം ഇത് സ്വാഭാവികമായും രാഷ്ട്രീയ ഒരു വിഷയമായി ഉയർത്താനും തിരഞ്ഞെടുപ്പിൽ അതൊരു പ്രൊപ്പഗണ്ടയായി മാറ്റാനും തന്നെയാണ് BJPയുടെ തീരുമാനം എന്നത് വ്യക്തമാണ്. മറ്റൊന്ന് അമിത്ഷായുടെ വരവാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, BJP നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് അത് സ്വാഭാവികമായും ക്രൈസ്തവ മേഖലയിലുള്ള വലിയൊരു വിഭാഗത്തെ ഒപ്പം ചേർക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. SNDP യോഗത്തിന് കീഴിലല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നെങ്കിൽ കൂടിയും BDJS എന്ന ഒരു കക്ഷിയെ അതും BJPയോട് ചേർത്ത് നിർത്തിയുള്ള പ്രവർത്തനങ്ങൾ പല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം പല വാർഡുകളിൽ അവർക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അമിത്ഷാ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവർ ലക്ഷ്യം വയ്ക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നായ തൃശ്ശൂരിലേക്കാണ്. അവിടെ ഏറെക്കുറെ സുരേഷ് ഗോപി മത്സരിക്കും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു, തൃശ്ശൂർ ഹൃദയം കൊണ്ടെടുക്കുമെന്നാണ് താൻ സൂചിപ്പിച്ചത്. അതിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. അതായത് നേരത്തെ തൃശ്ശൂർ എടുക്കുമെന്ന് പറയുകയും സുരേഷ് ഗോപി പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നേരത്തെ തിരുവനന്തപുരത്ത് ഒരുപക്ഷെ സുരേഷ് ഗോപി മത്സരിച്ചേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹവുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് തൃശ്ശൂരിൽ മത്സരിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ആ നിലയ്ക്ക് തന്നെയാണ്. സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖങ്ങളിലും ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കും എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അമിത്ഷാ അവിടേക്ക് വരുന്നു. A+ മണ്ഡലങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്ന ഇടമാണ് BJP സംബന്ധിച്ച് തൃശ്ശൂർ. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ്. നേരത്തെ O രാജഗോപാൽ 14,000 വോട്ടിന് മാത്രം തോറ്റുപോയ ഒരു സാഹചര്യമുണ്ട്. ശശി തരൂരിനെ മായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ ജയിക്കുന്നത് 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അങ്ങനെ തൃശ്ശൂരും തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തനം. മാത്രവുമല്ല, നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നാണ്. അതായത് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തന്നെയും കേരളത്തിൽ അധികാരത്തിലെത്തും, തങ്ങൾക്ക് അതിനുള്ള ആത്മവിശ്വാസം ഇപ്പോൾ കിട്ടിയിരിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. BJP പ്രധാനപ്പെട്ട നേതാക്കൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം കുറച്ചുകൂടി BJPയെ സംബന്ധിച്ച് അങ്ങനെ എളുപ്പമുള്ളതല്ല, അല്ലെങ്കിൽ അവർക്കൊരു വിദൂര സ്വപ്നമാണെങ്കിൽ കൂടിയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, ചില മണ്ഡലങ്ങളിലും എങ്കിലും വിജയിക്കാൻ കഴിയും. അതിനുള്ള ഒരുക്കങ്ങളാണ്, അതിനുള്ള അടിത്തറ ഒരുക്കലാണ് ഇപ്പോൾ BJP നടത്തുന്നത്. സ്വാഭാവികമായും വോട്ടർമാരെ സമീപിക്കുക മാത്രമല്ല, അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായി BJP വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് ഹൈന്ദവ വോട്ടുകൾ എന്നത് മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖമായിരുന്നത് മാറ്റിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയിണങ്ങിക്കൊണ്ട് ചില കേന്ദ്രങ്ങളിലെങ്കിലും വോട്ട് സമാഹരിക്കുക, വിജയിക്കുക എന്നൊരു തന്ത്രം തന്നെയാണ് BJP പയറ്റുന്നത്. അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് തന്നെയാണ് അമിത്ഷായുടെ വരവിനെയും കാണേണ്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലേക്ക് എത്തും. വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരുക്കങ്ങൾ രാഷ്ട്രീയ കേരളവും വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുന്നുണ്ട്. സജിത്ത്, ആര്യ. യെസ്, വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും കേരളം എന്നുള്ള വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും വിനോദ്, ഇനി നമ്മൾ നിയമസഭയിലേക്ക് തന്നെ തിരികെ എത്തുമ്പോൾ നിയമസഭയിൽ ഇന്നും വാക്പോരിനും സഭാ ബഹിഷ്കരണത്തിനും പ്രതിപക്ഷത്തിന്റെ ഒക്കെ സാധ്യതകൾ തന്നെയല്ലേ മുന്നിലുള്ളത്? കാരണം ഇന്ന് കണ്ണൂരിലെ ഗുണ്ടാ സംഘങ്ങളുമായി CPM നേതൃത്വത്തിനുള്ള ബന്ധം അത് അന്വേഷിക്കണമെന്നുള്ള ആവശ്യമായിരിക്കും പ്രതിപക്ഷം പ്രധാനമായും ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ പോകുന്നത്. ഈ ആകാശ് തില്ലങ്കേരിയുടെ വെളിപ്പെടുത്തലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കാനും അത് വിമർശനാത്മകമായി അതിനെ നേരിടാനും ഒക്കെയല്ലേ പ്രതിപക്ഷം ഇന്ന് ആലോചിച്ചിട്ടുള്ളത്?
തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ് ഗുണ്ട രാഷ്ട്രീയ ബന്ധം അത് കഴിഞ്ഞ ദിവസങ്ങളിലും ഉയർത്തിയതാണ്. പക്ഷേ പല ഘട്ടങ്ങളിലായി സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നൽകിയില്ല എന്ന ഒരു പരാതി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോഴും ആ ഒരു വിഷയം തന്നെയാണ് സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, മണ്ണ് മാഫിയ സംഘങ്ങളും രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകിച്ച് CPM നേതാക്കളുമായുള്ള ബന്ധം അത് ആരോപിച്ചുള്ള ഒരു ആരോപണങ്ങളും അതിന്മേലുള്ള ചർച്ചയ്ക്കുമായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദ കോലാഹലങ്ങളാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുകയും അവരെ ജയിലിലടക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിക്ക് കറുപ്പിന് ഭയമാണ് തുടങ്ങിയ ആ നിലയ്ക്ക് കറുപ്പിൻ്റെ ഒരു ക്യാമ്പയിൻ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു. അദ്ദേഹം നേരത്തെ വാടകയ്ക്കെടുത്തിരുന്നതാണ്, ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു വർഷത്തേക്ക് വാടകയ്ക്കെടുക്കുകയും പിന്നീട് വിവാദമായപ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് ഈ വാടക കരാർ മറ്റൊരു കമ്പനിയായി പുതുക്കാൻ ശ്രമിച്ചപ്പോൾ തുക ഉയർന്നതിൻ്റെ പേരിൽ അത് ഒഴിവാക്കുകയുമായിരുന്നു. പക്ഷേ വീണ്ടും പുതിയൊരു കരാറിലേക്ക് പോയിരിക്കുന്നു. പ്രതിമാസം ഏതാണ്ട് 80 ലക്ഷം രൂപ എന്ന നിലയ്ക്കാണ്. പിന്നീട് കൂടുതൽ പറക്കുന്ന ഓരോ മണിക്കൂറിനും വലിയ തുക നൽകേണ്ട നിലയ്ക്കുള്ള ഒരു കരാറിലേക്ക് പോകുമ്പോൾ അതും വലിയ രാഷ്ട്രീയ വിമർശനമായും ആരോപണമായും ഉയർന്നു വരികയാണ്. ഇന്ന് ഒരുപക്ഷെ സഭയ്ക്കുള്ളിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം, മുഖ്യമന്ത്രിക്ക് നിലത്തുകൂടി സഞ്ചരിക്കാൻ ഭയമാണോ എന്ന ഒരു ചോദ്യം ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. ധനകാര്യസ്ഥിതി സംബന്ധിച്ചൊക്കെയും നേരത്തെ പലതവണ ചർച്ചകൾ വന്നതാണ്. ഏതായിരുന്നാലും സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു സമീപനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ത്രിപുരയിലടക്കമുണ്ടായ ഒരു ഐക്യമുണ്ട്. പൊതുവിൽ CPM-ഉം കോൺഗ്രസും കൈകോർത്തൊരു സാഹചര്യമുണ്ട്. നേതാക്കൾ അതിനെ നിലവിൽ ഒരു അനിവാര്യമായ നീക്കുപോക്ക് എന്ന നിലയ്ക്ക് തന്നെയാണ് കാണുന്നത്. കാരണം BJP എതിർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നീക്കുപോക്ക് അത് കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തന്നെയാണ് പ്രധാനമായും രാഷ്ട്രീയ ശത്രുക്കൾ. ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങളെ നീക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടം ആ നിലയ്ക്കാണ് നടക്കുന്നത് എന്ന ഒരു നിലയായിരിക്കും പൊതുവിൽ നേതാക്കൾ സ്വീകരിക്കുക. എങ്കിൽ തന്നെയും അതിനപ്പുറത്തേക്ക് ത്രിപുര സഖ്യവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള സഖ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാണ് വലുത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്. CPM അവർക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ അവർക്കൊപ്പം കോൺഗ്രസ് ചേർന്നു എന്ന് പറയും, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാകട്ടെ ഇതൊരു ദേശീയ പാർട്ടിയാണ്, CPM-ന് എന്ത് പ്രസക്തിയാണുള്ളത്, കോൺഗ്രസിനോട് ചേർന്ന് നിന്നാൽ മാത്രം പല സംസ്ഥാനങ്ങളും CPM-ന് പ്രസക്തിയുള്ളൂ എന്നതിലേക്കുള്ള ചർച്ചകൾ, ആ നിലയ്ക്കുള്ള ചർച്ചകൾ ഇന്ന് സഭയിൽ വരുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സജിത്ത്, ആര്യ. വിനോദ്, മറ്റൊന്ന് ഈ നിയമസഭയുടെ പൊതു സാഹചര്യം പരിശോധിക്കുമ്പോൾ വിനോദ് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ത്രിപുര അടക്കമുള്ള ഇടങ്ങളിൽ നടത്തുന്ന സഹകരണം, അല്ലെ തമിഴ്നാട്, നമ്മുടെ തൊട്ടയൽക്കത്ത് പോലും സഹകരണമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇനി അങ്ങോട്ട് ഏതു തരത്തിൽ ഈ ന്യായങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നത് പൊതുവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും വെല്ലുവിളി ഉയർത്തുന്ന കാര്യമില്ലേ? കാരണം ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണം ത്രിപുരയിൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായാലും ഇല്ലെങ്കിലും ഈ സഖ്യം ഉചിതമായ തീരുമാനമായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതിനോട് കിടപിടിക്കുന്ന, അല്ലെ അതിനോട് ചേർന്ന് പോകുന്ന ഒരു പ്രതികരണം നടത്താൻ സ്വാഭാവികമായും കേരളത്തിലെ CPM നേതാക്കൾക്കുമൊക്കെ വെല്ലുവിളി ഉണ്ടാവില്ലേ? അത്ര നിലപാടെടുക്കേണ്ടി വരില്ലേ വിനോദ്? സഹിത്ത്, തീർച്ചയായും ഈ ഒരു നീക്കുപോക്കിന് അതിനെ ഈ പരാജയത്തിന് ശേഷം തള്ളിപ്പറയുന്നത് ഉചിതമാകില്ല എന്നത് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ, കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, ഇനി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നു. പല സ്ഥലങ്ങളിലും ശക്തി ക്ഷയിച്ചുള്ള കേന്ദ്രങ്ങളുണ്ട്. ഈ രണ്ട് പാർട്ടികൾക്കും വലിയ കാര്യമായ ശക്തികളില്ലാത്ത, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അല്പസ്വല്പം ശക്തിയുള്ള, അല്ലെങ്കിൽ കുറേ കൂടി ശക്തിയുള്ള, BJP ഒറ്റയ്ക്ക് ചേർക്കാൻ പറ്റാത്ത നിലയിലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയും ഒരുപക്ഷെ ചേർന്ന് തന്നെ ഒരു ജനാധിപത്യ രീതി അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്ന നിലയ്ക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ വലിയ ഏറ്റുമുട്ടലിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു തോൽവിയുടെ പശ്ചാത്തലത്തിൽ പരസ്പരമുള്ള ചെളിവാരി എറിയലിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒരു സമീപനം, നമ്മൾ മുൻകാല സമീപനങ്ങൾ പരിശോധിക്കണം. കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹം CPM-നെ അങ്ങ് കടന്നാക്രമിക്കാറില്ല, അല്ലെങ്കിൽ CPM നേതാക്കളെയോ മുഖ്യമന്ത്രിയോ അതിനിശ്ചിതമായി അദ്ദേഹത്തിൻ്റെ എല്ലാ സന്ദർശനത്തിലും, എല്ലാ പൊതുപരിപാടികളിലും, എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയാറില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിന് കേരളത്തിലെ നേതാക്കൾ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഇവിടെ CPM-നെ നേരിടാൻ ഇവിടുത്തെ നേതാക്കൾ മതി, രാഹുൽ ഗാന്ധി എല്ലാ പ്രസംഗത്തിലും CPM-നെ കടന്നാക്രമിക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും ഇങ്ങനൊരു സഖ്യമുണ്ട്. ഇപ്പോൾ സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും
സോണിയാഗാന്ധിയുമായിട്ടുള്ള വ്യക്തിപരമായ സൗഹൃദമൊക്കെയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയ്ക്കുള്ളിൽ ഈ ഒരു തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇരു പാർട്ടികളും കൊമ്പ് കോർക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അവിടെയും കേരളത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ അവർ പ്രധാന ശത്രുക്കളെന്ന് പറയുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും ആരാണ് വലുത്, ആർക്കൊപ്പം നിന്നാലാണ് മറ്റേ പാർട്ടിക്ക് നിലനിൽപ്പുള്ളത്, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുക തുടങ്ങിയ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കും. അവിടെയാണ് നമ്മൾ പറയുന്നത്, പലപ്പോഴും കേരളത്തിൽ CPM-ഉം കോൺഗ്രസും പറയുന്നത് ആർക്കൊപ്പം നിന്നാലാണ് മെച്ചമുണ്ടാക്കാൻ കഴിയുക. ഇപ്പോൾ ത്രിപുരയുടെ കാര്യത്തിൽ CPM-നെ സംബന്ധിച്ച് കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയെന്നൊരു വാദം മുന്നോട്ട് വയ്ക്കാം. പക്ഷേ അതിനെ കോൺഗ്രസ് നിസ്സാരവൽക്കരിക്കും. ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ CPM ഒപ്പം ചേരുന്നതാണ് CPM-ന് നല്ലത്. അല്ലെങ്കിൽ പൊതുവിൽ BJP എതിർക്കുന്നതിന് CPM മാറി നിൽക്കുന്നത് ഒരു ചതിയാണ്. വിനോദ്, വെരി ഗുഡ്. ഇന്ന് നിയമസഭയുടെ സാഹചര്യങ്ങളാണ് വിനോദ് വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും തിരുവല്ലത്ത് ഈ ചിത്രാഞ്ജലി കുന്നിൽ ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് പിന്നിൽ കാണുന്ന കാഴ്ചകളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഒരുങ്ങിയാണ് അല്ലേ? ആ ഒരു ലാൻഡിംഗ് വളരെ കൃത്യമായി തന്നെ നല്ല മനോഹരമായ ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ചിത്രാഞ്ജലി കുന്നിൽ നിന്നുകൊണ്ട്. ഒരുപക്ഷെ ഈ ഫ്ലൈറ്റ് ലാൻഡിംഗ് ഏറ്റവും മനോഹരമായ ദൃശ്യമാവുന്ന ഇടം തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഇവിടെ ഇതുപോലെ തന്നെ വിമാനത്താവളത്തിന്റെ ലാൻഡിംഗ് സ്പേസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിലും മനോഹരമായ ദൃശ്യമുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ ഫ്ലൈറ്റ് സ്ട്രൈക്ക് ചെയ്തിട്ട് കത്തുമോ ഇല്ലയോ എന്നുള്ള പേടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് ന്യൂസ് 18 അതിന്റെ കൃത്യമായ ദൃശ്യം നമ്മൾ ആ സാധ്യത നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ചിത്രാഞ്ജലി കുന്നിലെ ഈ തിരുവല്ലത്തെ ഈ മനോഹരമായ കാഴ്ചകൾക്കിടയിൽ നിന്നാണ് ഇന്ന് പ്രഭാത കേരളം പ്രേക്ഷകരിലേക്ക് വരുന്നത്. വളരെ വിശദമായ വാർത്തകളുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെയും കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു ചിത്രമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചത്. നമുക്ക് കൊച്ചിയിലേക്ക് പോകേണ്ടതുണ്ട്, കോഴിക്കോടുണ്ട്, ഒപ്പം തന്നെ ആര്യ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു സസ്പെൻസ്, ഒരു പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്തയുമായി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ എത്തുന്നുണ്ട്. അപ്പം അതിനു മുമ്പായി നമുക്കൊരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. മാത്രമല്ലല്ലോ അവിടെ ഉണ്ടായത്. വലിയ കോടാനുകോടി രൂപയുടെ നിക്ഷേപം നടന്നിട്ടാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ പിറകിലുള്ള പണത്തിന്റെ സ്രോതസ് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ട് മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, പാർട്ടി കമ്മിറ്റി പി ജയരാജൻ തന്നെ പറഞ്ഞു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തത്. ഏതായാലും ED ആയാലും CBI ആയാലും അതോടൊപ്പം തന്നെ NIA ആയാലും അതൊക്കെ സർവ്വസ്വാഗതത്തോടുകൂടി കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഞങ്ങൾക്ക് വിശ്വാസം നിങ്ങളെയാണെന്ന് പറഞ്ഞ് സ്വപ്നയുടെ കേസ് അന്വേഷിക്കണം പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്ന അന്വേഷണ ഏജൻസിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് CPM ഏത് രൂപത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഏതായാലും ഈ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് EP ജയരാജന് എങ്ങനെ ഇത്ര പണം ലഭിച്ചു? അദ്ദേഹം പറയുന്നത് തൊഴിൽ ന്യായമാണ്. ഭാര്യക്ക് റിട്ടയർ ചെയ്യുമ്പോൾ സ്വാഭാവികം ഇത്ര വലിയ രൂപ ലഭിക്കുമോ? മകന് കാര്യമായ തൊഴിലൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മകന്റെ തൊഴിൽ എന്താണ് ജോലി എന്താണ്? അതൊക്കെ നാടിന് മുമ്പിൽ ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പണം ഒക്കെ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലും അത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പക്ഷേ വരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ നിങ്ങൾ പലയിടങ്ങളിൽ പല നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ചത്, ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്ന്. രേണുക, കേന്ദ്ര ഏജൻസികൾക്കെതിരായ നിലപാട് കോൺഗ്രസ് ഇക്കാലം അത്രയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്ലേനറിയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. EDയും അതോടൊപ്പം തന്നെ CBIയും മറ്റ് അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും BJPക്കെതിരായി നിൽക്കുന്നവരെയും അവർ കടന്നാക്രമിക്കുന്നു, അവർക്കെതിരായിട്ടുള്ള കള്ളക്കേസ് എടുക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനകത്ത് ഞങ്ങൾ ഒരു ഇഞ്ച് പോലും സിസോദിയക്കെതിരായ അന്വേഷണത്തെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുമില്ല. ഞാൻ പറയട്ടെ കേരളത്തിൽ CPMന്റെ നിലപാട് എന്താണ്? CPM അല്ലേ ഈ കേരളത്തിലകത്ത് ഈ EDയെയും അതോടൊപ്പം CBIയും വിളിച്ചുകൊണ്ടുവന്ന ആരാ? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോ KPC പ്രസിഡന്റ് കേസുകാരനാണോ? അല്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വാസമായ അന്വേഷണ ഏജൻസി ഏതാണ്? ഈ അന്വേഷണ ഏജൻസി അല്ലേ? ആ സാഹചര്യം എന്താണെന്ന് സഭയിൽ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചുവല്ലോ. ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ ഇപ്പോൾ നിങ്ങൾ വിജിലൻസിന്റെ അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ സർക്കാരിന് ഇനി നമ്മൾ ലൈഫ് മിഷനിലൊക്കെ കണ്ടതാണല്ലോ, സർക്കാരിന് ഇനി അന്വേഷണത്തിന് തയ്യാറാകേണ്ടി വരുമെന്നാണോ
നിങ്ങൾക്ക് തോന്നുന്നു? സർക്കാർ കൃത്യമായി അന്വേഷിച്ചെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ലല്ലോ. വിജിലൻസിന് പരാതി കൊടുത്തിരുന്നല്ലോ ഞങ്ങള്. എങ്ങനെ വന്നു, പ്രത്യേകിച്ച് ഇ.പി. ജയരാജനെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ സമ്പത്തുണ്ടായി എന്ന് അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് ക്ലീൻ ചീട്ട് കൊടുത്തെങ്കിൽ നമുക്ക് പറയുന്നത് അന്വേഷണം നടന്നിട്ടില്ല. സ്വാഭാവികമായി ഇത്തരം പണം വന്നതെന്നുള്ളത് നമ്മുടെ മുമ്പിലൊരു തെളിവല്ലേ. അന്വേഷണത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ വ്യാജമായ അന്വേഷണത്തിന്റെ ഭാഗമായി അല്ലല്ലോ ഞങ്ങൾ പരാതി കൊടുത്തത്. ഇത്തരത്തിലുള്ള സമ്പത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്നു, അധികാര ദുർവിനിയോഗം നടന്നിരിക്കുന്നു, സ്വജനപക്ഷപാതം നടത്തിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണവുമായി ജയരാജൻ പക്ഷേ അതിന് പറയുന്നത് അദ്ദേഹത്തിന് പങ്കില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകനും അവർ 2 വ്യക്തികളാണ്, അവർക്ക് ഉള്ള സമ്പാദ്യം അവരവിടെ നിക്ഷേപിച്ചിട്ടുണ്ടാകാം, ആ ഒരു ബിസിനസ് എന്ന നിലയിൽ കണ്ടിട്ടുണ്ടാകാം എന്നതാണ് അദ്ദേഹം ഇതുവരെ നൽകിയിട്ടുള്ള വിശദീകരണം. അപ്പോൾ ഇത് ഇ.പി. ജയരാജനെ ബാധിക്കുന്നതാണോ ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ എത്തുന്നത്? ഏതെങ്കിലും തരത്തിൽ ഇ.പിയെ ബാധിക്കുമോ? LDF കൺവീനറെ ബാധിക്കുമോ? മന്ത്രി അങ്ങനെ ഭാര്യയ്ക്കോ അത് വലിയ സമ്പത്തൊന്നുമില്ല, അങ്ങനെ വലിയ സമ്പന്ന കുടുംബമോ അല്ലെങ്കിൽ അത്ര വലിയ കോടിക്കണക്കിന് ആസ്തിയുള്ള ആളൊന്നും അല്ല ഈ വി.പി. ജയരാജന്റെ ഭാര്യയും മകനൊക്കെ തന്നെ. ഇ.പി. ജയരാജന് ലേബിൾ ഉണ്ടാക്കിയ പണമാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ മന്ത്രിയായി അതോടൊപ്പം തന്നെ ദീർഘകാല പാർട്ടി നേതാവായ പി.കെ. ഗുരുദാസൻ അദ്ദേഹം പാർട്ടിയാണ് വീട് വെച്ചു കൊടുക്കുന്നത് എന്ന വലിയ രൂപത്തിൽ CPM ക്യാമ്പയിൻ നടത്തുകയാണ്. ആ ഒരു പാർട്ടിയുടെ നേതാവിന് എങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കാൻ സാധിച്ചത് എന്നുള്ള വലിയ ചോദ്യമില്ല. നിങ്ങൾ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് റെജി ലൂക്കോസിലേക്ക് കൂടി പോകാം. അദ്ദേഹം കൂടി ഉണ്ട് ടെലിഫോൺ ലൈൻ. ഞങ്ങൾ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി അന്വേഷണമാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇ.പി. ജയരാജൻ കുറ്റക്കാരനില്ല, അനധികൃതമായി പണം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ അദ്ദേഹം ജനങ്ങളോട് പറയട്ടെ. EDO അതോടൊപ്പം തന്നെ CBI അന്വേഷിക്കുന്ന അന്വേഷണത്തോടും ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ യോജിപ്പ് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അത്തരം ആളുകളെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുപോയി ഞങ്ങൾക്ക് വേണമെങ്കിൽ EDക്ക് പരാതി കൊടുക്കാൻ ഞങ്ങൾ കൊടുത്തില്ലല്ലോ. ശരി, ഞങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ. ഒന്ന് തുടരുക. ഇപ്പോൾ റെജി ലൂക്കോസ് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, വളരെ കാലമായി ആരോപണങ്ങൾ ഉയരുന്നതാണ്, നേരത്തെയും ഉയർന്ന് 2ാം ഘട്ടത്തിൽ വെൽക്കം ബാക്ക് പ്രഭാത കേരളം. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ മനോഹരമായ കാഴ്ചകളിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. അവിടെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ശുദ്ധജലം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം, കുടിവെള്ള പ്രശ്നം തന്നെ കുറെ ദിവസങ്ങളായി കൊച്ചിയുടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നത്. പക്ഷേ ബ്രഹ്മപുരം അവിടുത്തെ മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തമാണ് കഴിഞ്ഞ കുറേ ദിവസമായുള്ള പ്രശ്നമാണ്. അവിടുത്തെ തീപിടുത്തം പക്ഷേ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. തീപിടുത്തം ശക്തമായി തന്നെ തുടരുന്നു എന്നതാണ് രാവിലത്തെ സാഹചര്യം. രാത്രിയിലും തീപിടുത്തം രൂക്ഷമായിരുന്നു എന്നതാണ് പറയുന്നത്. അനീഷ് അവിടെ നിന്ന് ചേരുന്നു. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന ഒരു വാർത്തയാണ് ഈ ബ്രഹ്മപുരത്തെ പ്രതിസന്ധി. എന്താണ് നിലവിലെ സാഹചര്യം? അവിടെ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമായിട്ടില്ലേ? സജിത്ത്, ഇന്ന് കൊച്ചി നഗരവാസികൾക്ക് അത്ര ഗുഡ് മോർണിംഗ് അല്ല. കാരണം രാവിലെ പുഴകൾ നിറഞ്ഞ അന്തരീക്ഷത്തിലേക്കാണ് അവർ ഉറക്കം ഉണർന്നെഴുന്നേറ്റിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ, അതായത് കൊച്ചി നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും എത്തുന്ന ഇടമാണ് അവിടെ തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 12 യൂണിറ്റ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ അവിടെ ഭഗീരഥ പ്രയത്നം ഇന്നലെ രാത്രി മുതൽ നടത്തുകയാണ് തീ അണയ്ക്കുന്നതിന്. എന്നാൽ തീ നിയന്ത്രണ വിധേയമാണെങ്കിലും പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്ന് രാത്രിയോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിയുകയുള്ളൂ. വലിയ മല കണക്കിനെയാണ് ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ അണയ്ക്കണമെങ്കിൽ വലിയ പ്രയത്നം വേണ്ടിവരും. കാരണം ഈ മുകൾ ഭാഗം അണച്ചാലും അതിൻ്റെ താഴ്ഭാഗത്തുള്ള മാലിന്യക്കൂമ്പാരത്തിൽ പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പുകഞ്ഞുകൊണ്ടിരിക്കും. അത്തരം പുകയുന്നതാണ് ഇപ്പോൾ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വലിയ പുക വ്യാപിക്കാൻ കാരണമായിരിക്കുന്നത്. നഗരകേന്ദ്രങ്ങൾ കടവന്ത്രയും കരൂരും മരടും വൈറ്റിലയും കുണ്ടന്നൂരൊക്കെ അടക്കം എല്ലാ ഇടങ്ങളിലും പുക ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലാണ് അന്തരീക്ഷം. സൂര്യൻ വരുന്നതനുസരിച്ച് ഈ പുകയുടെ ഒരു സാന്ദ്രത അല്പം കുറയുന്നുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഈ പുക നിൽക്കുന്നത്. ചേട്ടാ, രാവിലെ മുതൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് ഈ പുക? ഇത് ഇല്ല ഇപ്പം റോഡ് സൈഡ് പരിപാടിയാണ്. അല്ല, ഈ പുക ഭയങ്കരമായിട്ട് മഞ്ഞ് പോലെ മഞ്ഞിൻ്റെ ഉണ്ട്. അല്ലാതെ ബ്രഹ്മപുരത്ത് ഇന്നലെ വൈകിട്ട് തീപിടുത്തം ഉണ്ടായിരുന്നു. ആ പുക കത്തി ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതറിഞ്ഞില്ലല്ലേ? അറിഞ്ഞില്ല. പലർക്കും ഈ പുകയാണോ മഞ്ഞാണോ എന്നൊക്കെയുള്ള ഒരു സംശയമാണ് പലപ്പോഴും ഉള്ളത്. പക്ഷേ അവരൊന്നും ഈ പ്ലാന്റിൽ ഇന്നലെ തീപിടുത്തമുണ്ടായതിനെക്കുറിച്ച് അത്ര അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആളുകളൊക്കെ മാസ്കൊക്കെ വെച്ച് ജംഗ്ഷനുകളിൽ നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. വലിയ ഒരു പുക
ഈ ഡൽഹിയിലൊക്കെയാണ് സാധാരണ ഇതുപോലെ പുകമഞ്ഞ് മൂടി കാഴ്ച മറയ്ക്കുന്ന രീതിയിലേക്കൊക്കെ നീങ്ങുക. എന്തായാലും വെളിച്ചം വരുന്നതനുസരിച്ച് അല്പമൊക്കെ കാഴ്ച വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ പലപ്പോഴും അങ്ങോട്ട് രാവിലെ മുതൽ പുകയതുപോലെ ഉണ്ടല്ലേ? അത് തന്നെ. കണ്ണേരിയിലായിരുന്നു, ഭയങ്കര കണ്ണേരിയിലായിരുന്നു. ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു, പരസ്പരം കാണത്തില്ലായിരുന്നു, ഒന്നും കാണൂലായിരുന്നു. ഈ വണ്ടി പോയി തുടങ്ങിയപ്പോ അവിടെ എല്ലാം മാറി. വന്നപ്പോഴത്തേക്കാണ് കുറച്ച് മാറ്റം വന്നല്ലേ? ഒരു സാധനം കാണൂലായിരുന്നു. പേപ്പറുകാരൻ വന്നും പറഞ്ഞ് എൻ്റെ ചേട്ടാ കണ്ണരിഞ്ഞിട്ട് വെള്ളം ഒന്നും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5-20 ആയിട്ടുണ്ട്. ഇത് പുറത്തിറങ്ങിയപ്പോൾ ഒരു രക്ഷയില്ല, അങ്ങ് വെളിയിലിരിക്കാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. വണ്ടി പോയി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇന്നലെ ബ്രഹ്മപുരം പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇപ്പോഴും അത് കെടുത്താൻ പറ്റില്ല. ആ പുക ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പേപ്പർ വായിച്ചപ്പോ ബ്രഹ്മപുരത്ത് ഇങ്ങനെ അവിടെ തീപിടുത്തം. പക്ഷെ അപ്പോഴൊന്നും ഇതുപോലെ പുക വരാറില്ല അല്ലേ? അപ്പോൾ കമ്പനിയുടെ പുകയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് കമ്പനികളൊക്കെ ഉള്ളതാണല്ലോ. എന്താണ് ശരിക്കുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയാൻ പാടുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് പോയിരുന്നപ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇവിടെ ഒന്നും കാണത്തില്ല. ഒരു വണ്ടി വന്നാൽ പോലും കാണാൻ ലൈറ്റ് കാണുമ്പോഴാണ് അടുത്ത് കണ്ണിനൊക്കെ അങ്ങനെ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി. പ്ലാസ്റ്റിക് ഒക്കെ കത്തുന്ന പുക തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോകുന്നത് എന്താണെന്ന് അറിയില്ല അതിന്റെ കറക്റ്റായിട്ട്. എന്തായാലും വലിയ പ്രതിഫലം കാണാത്ത രീതിയിലുണ്ട്. അതെ അതെ, എന്താ കാര്യമൊന്നും അറിയാൻ പാടില്ല. ഇത് എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ പുകയാണ് എന്നാണ്. കാരണം പരസ്പരം കാണാൻ കഴിയാത്ത വിധമായിരുന്നു ഏതാണ്ട് ഒരു 7 മണി വരെയൊക്കെ അവസ്ഥ. അതിനുശേഷം വെളിച്ചം വന്നു തുടങ്ങി, വാഹന ഗതാഗതവും മറ്റ് ജനങ്ങളൊക്കെ എത്തിത്തുടങ്ങിയതോടുകൂടിയാണ് മഞ്ഞിനൊരല്പം മാറ്റം വന്നത്. വെളിച്ചം കൂടും തോറും ഈ അത്ര ദൃശ്യമാവാത്ത അവസ്ഥയിലേക്ക് പോകുകയും പക്ഷേ ദൂരദൃശ്യങ്ങളിൽ നമുക്കൊരു പുകയുടെ ആവരണം അന്തരീക്ഷത്തിലുള്ള കാര്യം ദൃശ്യമാണ്. എന്തായാലും രാവിലെയും ഈ പുക അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നും കൂടുതൽ ഉണ്ടാവുകയാണ്. ഈ പരമാവധി കത്തിപ്പോട്ടെ എന്ന രീതിയിലേക്ക്, അതായത് നിയന്ത്രിതമായ രീതിയിൽ കത്തിപ്പോട്ടെ എന്ന രീതിയിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. കാരണം കത്തി തീർന്നില്ലെങ്കിൽ പുകയുന്നത് തുടർന്നുകൊണ്ടിരിക്കും. അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ വകുവെക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും രാത്രിയോടുകൂടി പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. എന്തായാലും കൊച്ചിയിലെ പ്രതിസന്ധി അല്ലെ, ഈ ബ്രഹ്മപുരം പൊതുവിൽ അവിടുത്തെ മാലിന്യ പ്രശ്നം അതിരൂക്ഷമാണ്. അതിനിടയിലാണ് ഈ തീപിടുത്തവും അതുണ്ടാക്കുന്നത്. കൊച്ചിയിലെ മുഴുവൻ മാലിന്യങ്ങളും വന്നു ചേരുന്ന ഒരു ഇടത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. പണ്ട് നേരത്തെയും ഇത്തരത്തിൽ സമാനമായ സാഹചര്യങ്ങൾ ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്ന് ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായി എന്നതാണ് സാഹചര്യം. ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പലർക്കും തീപിടുത്തം അവിടെ നടക്കുന്നുണ്ട് എന്ന് പോലും അറിയില്ല. കാരണം ഇതൊരു വലിയ കോമ്പൗണ്ട് ആവും, അതിലേക്കുള്ളിലേക്ക് ആൾക്കാർ പ്രവേശനമില്ല, അതിലേക്ക് എന്താണ് നടക്കുന്നതെന്ന് പോലും ആരും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാവും ചില ആളുകൾ പറഞ്ഞതുപോലെ ഇന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് എന്ന് അറിഞ്ഞത്. പലരും പുകമഞ്ഞാണ് അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് വരുന്നു, ഫാക്ടറിയിൽ നിന്ന് വരുന്നതാണോ എന്നതൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. എന്തായാലും കൊച്ചി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സാഹചര്യം. എന്തായാലും അനീഷ്, എന്തായാലും കൊച്ചിയെ വാർത്താ ദിനം ഭയങ്കര നിർണായകമാണ് ഇന്ന്. കാരണം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. സ്വാഭാവികമായും വാർത്താ ദിനത്തിനൊപ്പം അനീഷും ഉണ്ടാവുമെന്നറിയാം. എന്തായാലും വളരെ നന്ദി അനീഷ്, ബ്രഹ്മപുരത്തെ ചിത്രങ്ങൾ രാവിലെ തന്നെ പ്രേക്ഷകരിലെത്തിച്ചു. നമ്മളിനി പോകുന്നത് തൊടുപുഴയിലെ ഒരു കാഴ്ചയിലേക്ക് അല്ലേ. നമ്മൾ ഈ ഒരു സാഹചര്യത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ മനോഹരമായ കാഴ്ചകൾ, അത് സിനിമാ ലൊക്കേഷനിലേക്കൊക്കെ, അത് ഒരു സിനിമാ ലൊക്കേഷന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി. അതായത് ലൊക്കേഷൻ ഹണ്ട് ചെയ്ത് മനോഹരമായ കാഴ്ചകൾ, വ്യത്യസ്തമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ, അത്തരത്തിൽ വളരെ ബിഗ് ബജറ്റ് പ്രൊഡക്ഷനിലേക്കൊക്കെ നമ്മുടെ സിനിമകൾ മാറി. അങ്ങനെ ഈ തൊടുപുഴയിൽ ഇത്തരത്തിൽ മനോഹരമായ കാഴ്ചകളുള്ള ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളുടെയും ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ കേന്ദ്രങ്ങളായും തൊടുപുഴയിലെ ഈ പല സ്ഥലങ്ങളും മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇടുക്കി ജില്ലയിലെ പതിവ് ടൂറിസ്റ്റ് ഇടങ്ങളായ മൂന്നാർ, തേക്കടി തുടങ്ങിയ ഇടങ്ങൾ മാത്രമല്ല, ഇടുക്കിയുടെ പ്രാന്തപ്രദേശങ്ങളും മനോഹരമായ കാഴ്ചകളാണ് വെച്ചിരിക്കുന്നത്. അറക്കുളമുണ്ട്, കാഞ്ഞാറുണ്ട്, മുട്ടമുണ്ട്, ഇങ്ങനെ തുടങ്ങിയ നിരവധി ഇടങ്ങൾ മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട്. ആ കാഴ്ചകൾ കണ്ട ശേഷം മടങ്ങി വരും. അറക്കുളം എന്ന പേര് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലായില്ലെന്ന് വരാം. മലയാളത്തിലെ ഹിറ്റ് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഇടമാണ് ഇവിടം. പുഴയും പച്ചപ്പും വള്ളവും പാലവും ഒക്കെയായി
കാഴ്ചകളുടെ മായാലോകം സമ്മാനിക്കുന്ന ഇടമാണ് ഇടുക്കിയിലെ അറക്കുളം. സഞ്ചാരികൾ പ്രധാനമായും കാഴ്ചകൾ തേടിപ്പോകുന്നത് ജില്ലയുടെ ഹൈറേഞ്ച് മേഖലകളിലേക്കാണ്. എന്നാൽ ലോ റേഞ്ച് മേഖലകളും കാഴ്ചകളാൽ സമ്പന്നമാണ്. എത്ര ചൂടാണേലും തണുത്ത കാറ്റിന്റെ അകമ്പടിയുള്ള അന്തരീക്ഷം, വനമേഖലയോട് അതിർത്തി പങ്കിടുന്ന റോഡ് യാത്ര, കാപ്പിയും കപ്പയും കുരുമുളകും റബ്ബറും വിളയുന്ന കൃഷിയിടങ്ങൾ, അങ്ങനെ കാഴ്ചകൾ നിരവധി. ഇവിടെ ഈ സമയത്ത് ഇവിടെ വന്നാൽ ഈ വെള്ളം ഇങ്ങനെ എത്രയോ ഉണ്ടാവും. വേനൽക്കാലത്ത് വേറൊരു ഡാമിലും വെള്ളമില്ല, ഈ ഡാമിലുണ്ടാവും. ആസ്ഥാനിൽ നിന്നാണ് പണ്ട് കാലത്തെ കാരണവന്മാർ അവിടെ ആ ജംഗ്ഷന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു ഈ പാലം വരുന്നതിന് മുമ്പ്. ഇവിടുന്ന് ഞങ്ങൾ ഇതിലൂടെയാണ് ഇങ്ങോട്ട് ഇക്കരയ്ക്ക് പോന്നുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഈ പാലം ഇവിടെ വന്നത്. ഈ പാലം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അക്കരെയുള്ളവർക്കൊക്കെ നല്ല സൗകര്യമായി. ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന തൊടുപുഴയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് അറക്കുളം. സദാസമയവും നിറഞ്ഞൊഴുകുന്ന പുഴയും അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള കാഴ്ചകളും തേക്കിൻ തോട്ടവും ത്രിവേണി സംഘവും തുടങ്ങി കാഴ്ചകളുടെ പൂരമാണ് ഇവിടെ. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള പവർ ഹൗസും അവിടെ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളം നിറയുന്ന മലങ്കര ഡാമും അതുകണ്ട് ഒരു യാത്ര തുടങ്ങിയാൽ കാഴ്ചകൾ അവസാനിക്കുന്നത് ജില്ലയുടെ മറുവശത്താകും. തൊമ്മൻകുത്തും ആനയാടിക്കുത്തും മലങ്കര ഡാമും ത്രിവേണി സംഗമവും കണ്ട് യാത്ര ആസ്വാദകരമാക്കാം. ന്യൂസ് 18 ഇടുക്കി. രാവിലെ തന്നെ നല്ല പോസിറ്റീവ് വൈബ് തരുന്ന കാഴ്ചകളല്ലേ? അതെ അതെ. എന്തായാലും ഈ തൊടുപുഴ അതിന്റെ പരിസരങ്ങൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു പുതിയ സാധ്യതയുള്ള ഇടമായി മാറുന്നു എന്നതാണ്. ഒരുപക്ഷെ ആ പ്രദേശത്തിന്റെ വികസനം കൂടി അതുവഴി ഉണ്ടാകുന്നു എന്നത് എന്തായാലും മനോഹരമായ കാഴ്ചകളാണ് തൊടുപുഴ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ആലപ്പുഴയിലെ ചില മനോഹര കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കാഴ്ചയ്ക്കപ്പുറം നമുക്ക് പഠിക്കാനും അറിയാനുമുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങൾ കൂടിയുണ്ട്. അതായത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ് ആലപ്പുഴയിലെ കർഷകർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി പോലെയുള്ള ഇടത്ത് അവിടെ പല പരീക്ഷണങ്ങളും മലയാളികൾക്ക് കേരളത്തിൽ പരമ്പരാഗതമായി വിളയാത്ത പല കാർഷിക ഇനങ്ങളും വിളയിച്ച സ്ഥലമാണ് കഞ്ഞിക്കുഴി. അതെ, അതോടൊപ്പം തന്നെ ഈ വിനോദസഞ്ചാരവും കൃഷിയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഫാം ടൂറിസം അത് പരീക്ഷിക്കുന്ന ഒരു ഇടം കൂടിയാണ്. എന്തായാലും നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ശുഭകേശൻ എന്നുള്ള ഒരു കർഷകനെയാണ്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ കൃഷി പരീക്ഷണങ്ങളാണ് കണ്ടുവരാം. ഒരു 100 മീറ്ററിലധികം വരുന്ന ഒരു പച്ചക്കറി കൊണ്ടുള്ള ഒരു ഡൂമാണ് ശരിയായിരിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറി കൊണ്ടുള്ള സ്റ്റേജും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങാം, അങ്ങേറ്റം വരെ നടന്ന് കാണാം. അതുകൊണ്ട് തന്നെ പച്ചക്കറി സ്റ്റേജിൽ കാർഷിക സെമിനാറും കലാപരിപാടികളും അതൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതോടെ തന്നെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് എടുക്കുന്ന തണ്ണിമത്തനും ക്ഷമാമം മധുരവളരി ഇതെല്ലാം കൊണ്ടുള്ള ലൈവായിട്ടുള്ള ജ്യൂസ് കുടിക്കാം. വേനൽ ചൂട് അതികഠിനമെങ്കിലും ചൊരിമണലിനോട് മല്ലിട്ട് പുത്തൻ വിളകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചേർത്തലയിലെ ശുഭകേശൻ എന്ന കർഷകൻ. വേനലവധി എത്തുന്നതോടെ സഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന രീതിയിൽ കാർഷിക പന്തൽ തന്നെ കൃഷിയിടത്തിൽ ഒരുക്കിയിരിക്കുന്നു. വ്യത്യസ്ത ഇനം പടവലവും പാവലുമെല്ലാം സമൃദ്ധമായി പന്തലിൽ വിളഞ്ഞു നിൽക്കുന്നു. വിവിധ ഇനം പച്ചമുളക് ചെടികളുടെ ശേഖരം തന്നെയാണ് പ്രദർശനത്തോട്ടത്തിന്റെ ആകർഷണം. ഇത് ഹൈബ്രിഡ് ഇനം വിത്താണ്. നമ്മുടെ സുഹൃത്ത് തന്നതാണ്. ഇതിന്റെ തയ്യും വിത്തുകളൊക്കെ ഇവിടെ ഉണ്ടാവും. ഉടനെ സീഡൊക്കെ ഉണ്ടാവും, തൈകൾ ഇവിടെ കിട്ടും. 3-4 പച്ചമുളകിന്റെ ഇതിന് പകുതി വരെ എരിവുണ്ടാകില്ല, പിന്നെ അങ്ങോട്ട് എരിവുണ്ടാവും. ഇതുപോലെ തന്നെ വിവിധ ഇനത്തിലെ മുളകുകൾ അവിടെ. അപ്പൊ ഈ നല്ല വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് ഉണ്ടാവും. പിന്നെയും മുന്നോട്ടു പോയാൽ കൗതുകമുണർത്തുന്ന ഇനങ്ങൾ ധാരാളമുണ്ട്. നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ ചേട്ടാ. ഇത് എന്ത് സംഭവിച്ചെന്തോ? കുമ്പച്ചൊര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് മത്തങ്ങയാണോ? മത്തങ്ങയല്ല, കുമ്പച്ചൊരക്ക. ഇത് കിഡ്നി പേഷ്യന്റിനൊക്കെ ഏറ്റവും നല്ലതാണ്. എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? കറി വെക്കാം. കറി വെക്കാം.
ഇത് പഴുത്തതാണോ? ഇത്രയും വലുതാവത്തുള്ളൂ? ഇത്രയും വലുതാവില്ല, ഇച്ചിരിയൊക്കെ വലുതാവും. പക്ഷെ ഇത് എടുത്ത് സ്റ്റോളിലെടുത്ത് വെച്ചാൽ അന്നേരേ പോകും. അപ്പോഴേ പോകും. ഔഷധം കൂടിയാണ്. കഞ്ഞിക്കുഴി പയറിന്റെ സൃഷ്ടാവായ ശുഭകേശൻ കാർഷിക കാഴ്ച ഒരുക്കിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ മുറ്റത്താണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. അപ്പോൾ ശുഭകേശന്റെ കൃഷി വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ഈ വേനൽക്കാലമാകുമ്പോൾ സാധാരണ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്താണ് ഈ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഈ കനാലിലും തോട്ടിലും പുഴയിലുമൊക്കെ കുളിക്കുന്ന കുട്ടികൾ, അതങ്ങനെ ആർത്തുല്ലസിച്ച് വെള്ളത്തിൽ കളിച്ച് വളരുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. എന്തായാലും പുഴയൊക്കെ പറ്റി അത്തരം കുളമൊന്നുമില്ല. അപ്പം പുതിയ സാധ്യത കനാലുകളാണ്. കനാലിലെ ഈ വേനൽക്കാലത്ത് മനോഹരമായി മുങ്ങിക്കുളിക്കാൻ സാധ്യതയുള്ള ഇരിടമായി കനാലുകൾ മാറുകയാണ്. അത്തരം ഒരു കാഴ്ച കൊട്ടാരക്കര സദാനന്ദപുരത്താണ് ഉള്ളത്. കല്ലട ഇറിഗേഷൻ പ്രദേശത്തെ വെള്ളച്ചാട്ടത്തിലാണ് കുട്ടികൾ കുളിച്ച് ആസ്വദിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക് KIP കനാലിന്റെ സദാനന്ദപുരം ഷട്ടർ പോയിന്റ് യുവാക്കളുടെ ഇഷ്ടയിടമായി മാറിയിരിക്കുകയാണ്. കാർഷികാവശ്യങ്ങൾക്കായി സബ് കനാലിലൂടെ ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനും കുളിക്കാനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളൂ. കനാൽ ഉറക്കം മാത്രം ഈ ഷട്ടർ ഉറക്കം വെള്ളം വരും. ഇടയ്ക്ക് തീരെ ഇടയ്ക്ക് 2 ദിവസം ആവത്തേ ഉള്ളൂ. ഇന്ന് 4 ദിവസമായി. പൊളിസല, പറയാൻ വാക്കുകളില്ല. പടികളിലൂടെ കുത്തിയൊഴുകുന്ന വെള്ളം യുവാക്കൾ ചേർന്ന് തടഞ്ഞു നിർത്തി താഴേക്ക് ശക്തിയായി ഒഴുക്കിവിടുന്നു. ഇപ്പൊ എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ അടുത്തുള്ളവർ മാത്രമല്ല, ദൂരം സ്ഥലത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. മൊത്തം ഇവിടെ അറിയാത്തവരൊക്കെ വന്നിട്ട് ഓരോന്ന് കുടിച്ചിട്ടൊക്കെ പോകുന്നത്. നേരത്തെ ആ കനാൽ ഇപ്പം നിറഞ്ഞൊഴുകുന്നതുകൊണ്ടാണ് ഇതിപ്പം വരുന്നത്. അതിപ്പോൾ അടയ്ക്കുമ്പോൾ എല്ലാം കഴിയും. അതിന് ഫ്ലോ പറയുമ്പോൾ നിൽക്കും. ഇതിപ്പോൾ ഇവിടെ ഈ പാലത്തിൽ കൂടെ പോകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇപ്പോൾ 2 വേനൽ ചൂടിൽ സബ് കനാലിലെ കുളി ആശ്വാസമാണെങ്കിലും കൈവരികൾ നിർമ്മിക്കാത്തതും നിയന്ത്രണങ്ങളില്ലാതെ ആളുകൾ എത്തുന്നതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ദൂരെ നിന്ന് കാണാനും ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിടാനും യുവാക്കളുടെ തിരക്കാണ് ഇവിടെ. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. അങ്ങനെ നമ്മൾ ഈ കാഴ്ച വളരെ മനോഹരമായ കാഴ്ചകൾ. ഇനി നമ്മൾ പോകുന്നത് ഒരു അതിഥി വിശേഷത്തിലേക്കാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലോക കേൾവി ദിനമാണ്. ഇന്ന് ഈ ദിനം WHO ആഘോഷിക്കുമ്പോൾ നമുക്കും അഭിമാനിക്കാൻ ഒരു വകയുണ്ട്. മലയാളി ഒരു പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടു. അതെ, ഒരു മലയാളി WHO പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അതായത് ഈ കേൾവി ദിനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വളരെ ചെറുപ്പത്തിലെ ഇത് കണ്ടെത്തുകയും അതിന് കൃത്യമായ പരിഹാര മാർഗങ്ങൾ കാണാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പല വൈകല്യങ്ങളും നമുക്ക് മറികടക്കാം, ഭേദമാക്കാം എന്നുള്ളതാണ്. അതിന് ഏറ്റവും മികച്ച തെളിവാണ് റിസ്വാനയുടെ ജീവിതം. കോട്ടയം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥി കൂടിയാണ് റിസ്വാന എന്നതാണ് ആ ഒരു നേട്ടത്തെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കുന്നത്. ഇന്നത്തെ ദിവസം എന്തായാലും റിസ്വാനയുടെ കഥ കേൾക്കുക പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. റിസ്വാനയെ പരിചയപ്പെടുത്തുന്നത് രഞ്ജിത്ത് രാമചന്ദ്രനാണ്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും റിസ്വാനയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാനുള്ളതാണ്. ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടാകാം, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ നമുക്ക് വരാം. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ ഈ പ്രശ്നത്തെ മറികടക്കാം, അല്ലെങ്കിൽ റിസ്വാനയുടെ ജീവിതം കാട്ടിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഇതിനൊരു ഉദാഹരണം നൽകി കൊടുക്കാം എന്നുള്ളത് ഉറപ്പായിട്ടും പറഞ്ഞു മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും, അല്ലേ? ഗുഡ് മോർണിംഗ് സജിത്ത്, ഗുഡ് മോർണിംഗ് ആര്യ. റിസ്വാന ശരിക്കും ഈ WHO പോസ്റ്റിൽ ഇടം പിടിച്ചു എന്നതിന് ഒപ്പം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പ്രചോദനമാണ്, ഒരുപാട് പേർക്ക് മാതൃകയാണ്. കാരണം കേൾവി ഒരു പ്രധാനപ്പെട്ട വൈകല്യമാണ്. അത് പരിഹരിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊരു മാതൃക കൂടിയായി മാറുകയാണ് റിസ്വാന. സ്വാഗതം റിസ്വാന, ന്യൂസ് 18 പ്രത്യേക അതിഥിയായി. ഹലോ റിസ്വാന, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. MBBS വിദ്യാർത്ഥിനിയാണല്ലേ? അതെ അതെ.
റിസ്വാന, നമ്മൾ ഈ ഇന്ന് ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. ഇന്ന് ഈ ഒരുപാട് പേർക്ക് മാതൃകയാണ് റിസ്വാനയുടെ ജീവിതം. അത് ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. എങ്ങനെയാണ് ഈ തുടക്കത്തിൽ തന്നെ ഈ വൈകല്യം കണ്ടെത്താനും അത് പരിഹരിക്കാനുമുള്ള ഒരു അവസരം സാധ്യത ഒരുങ്ങിയത് എങ്ങനെയാണ്? അത് അങ്ങനെ സാധ്യമായത് എങ്ങനെയാണ്? പണ്ടത്തെ എന്നേക്ക് ഡെലിവറി ഉള്ള സമയത്ത് ആക്ച്വലി ഇതുപോലെ ഇപ്പൊ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ട് ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ ഇപ്പൊ തന്നെ ബർത്തിന്റെ ഒപ്പം തന്നെ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഒരു വയസ്സ് വരെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പാത്രമൊക്കെ താഴത്തോട്ട് വീണിട്ടാണെങ്കിലും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നോർത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു വയസ്സിൽ തന്നെ ഒന്ന് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് അങ്ങ് ചെന്നൊരു ഡൗട്ടിനെ അവർ ക്ലിയർ ആക്കാൻ വേണ്ടി ചെന്നതാ. അപ്പത്തേക്കും 70% എബവ് ആയിരുന്നു, 80% എബവ് ഉണ്ടായിരുന്നു എന്റെ ഹിയറിംഗ് ലോസ്. അപ്പൊ അങ്ങനെയാണ് അവർ ഒരു വയസ്സിൽ ആ ഒരു ടൈമിലാണ് അറിഞ്ഞത്. പക്ഷെ ആക്ച്വലി ആ സമയത്ത് നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ഒന്നും നമുക്ക് അറിയില്ല. അതിനെ കുറിച്ച് നമുക്ക് ഒന്നും ഒരു ഡീറ്റെയിൽസും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഡിറ്റക്ട് ചെയ്തതുകൊണ്ട് കൃത്യമായി ആ സമയത്ത് ചികിത്സ തേടാനും അത് പരിഹരിക്കാനും സാധിച്ചു. പിന്നീട് ഇങ്ങോട്ട് റിസ്വാനയ്ക്ക് വളരെ നോർമൽ ലൈഫിലേക്ക് എത്താനും സാധിച്ചു അല്ലേ? അതെ അതെ. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് ആക്ച്വലി സൈൻ ലാംഗ്വേജിനോട് പോവാൻ താല്പര്യമില്ലായിരുന്നു എന്റെ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും. അപ്പൊ എങ്ങനെങ്കിലും പറ്റുന്ന ഇപ്പൊ കേൾവി കിട്ടിയില്ലേലും എങ്ങനെങ്കിലും ഒന്ന് സംസാരിപ്പിച്ചെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അന്ന് അറിയില്ല കോക്ലിയർ ഇംപ്ലാന്റിനെ കുറിച്ചൊന്നും. അപ്പൊ അങ്ങനെ അവര് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. ഉമ്മച്ചി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒരു വയസ്സ് മുതലേ തുടങ്ങിയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്റെ ബ്രദറിനും സെയിം പ്രോബ്ലം ആയിരുന്നു. അപ്പൊ അവനും ഇങ്ങനെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അവിടെ എന്റെ സർജറി ചെയ്ത ഡോക്ടർ മനോജ് ഇങ്ങനെ എല്ലായിടത്തും പോയി എല്ലാ ഡിസ്ട്രിക്റ്റിലും ചെന്നിട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റിനോട് കൗൺസിലിംഗ് പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു കോക്ലിയർ ഇംപ്ലാന്റിന്റെ ഇമ്പോർട്ടൻസും. അപ്പം അങ്ങനെയാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് ആ ഒരു ടൈമിലൊക്കെ ആയപ്പം 3 years ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞാനും എന്റെ ബ്രദറിനെയും കൊണ്ടുപോയി അങ്ങോട്ട്. അവിടെ ചെന്നപ്പോ ഫസ്റ്റ് എനിക്ക് തന്നെ സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യാം. എനിക്ക് ശരിക്കും സർജറി ചെയ്ത് 5 years 11 months ആയിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞപ്പോ ഡോക്ടർ മനോജ് പറഞ്ഞായിരുന്നു കേൾക്കുന്ന കാര്യത്തില് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സംസാരിക്കുന്ന കാര്യത്തില് നമുക്ക് അറിയില്ല. കാരണം മാക്സിമം നേരത്തെ ചെയ്യുന്നതനുസരിച്ചാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ എന്റെ ബ്രദറിന് ചെറുപ്പം സംസാരിക്കാൻ കഴിയും, കാരണം അവന് അപ്പൊ 2 വയസ്സേ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ബിഫോർ 3 years ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത്. ഇപ്പൊ മാക്സിമം തന്നെ ഒരു വിത്തിൻ 1 year തന്നെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ അത്രയും സ്പീച്ച് തെറാപ്പി നമുക്ക് കൊടുക്കേണ്ടി വരില്ല. അപ്പൊ എനിക്ക് ആ ഒരു വയസ്സിൽ ചെയ്ത ശരിക്കും സംഭവിച്ചെന്ന് 1 വയസ്സ് മുതൽ സ്പീച്ച് തെറാപ്പി തരുന്നുണ്ടായിരുന്നു വീട്ടിൽ ഓൾറെഡി. അപ്പം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞെങ്കിലും സാധാരണ പാരന്റ്സ് ചെയ്യുന്നത് ഒരു ഹോപ്പ് വിട്ടേക്കും, എന്തായാലും സംസാരിക്കില്ലല്ലോ അപ്പൊ കേൾക്കുമല്ലോ അത് മതി എന്ന് പറഞ്ഞു വിട്ടേക്കും. പക്ഷെ എന്റെ പാരന്റ്സ് അങ്ങനെയല്ല ചെയ്തത്. ഉമ്മച്ചി അത്രക്ക് സ്പീച്ച് തെറാപ്പി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പേർക്ക് കോക്ലിയർ ഇംപ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ആർക്കും അതിന് അങ്ങനെ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇതേപോലെ സ്പീച്ച് തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട്, സർജറി ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് കേൾവി കിട്ടും, അത് ഓക്കെ. പക്ഷെ സംസാരിക്കുന്ന കാര്യത്തില് ഒരു നല്ലൊരു ക്ലാരിറ്റിയും ഒക്കെ വരണമെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവണമെങ്കിൽ സ്പീച്ച് തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ സമയമില്ലാത്തതുകൊണ്ടാണോ എനിക്ക് അറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഓരോ സ്ഥലത്തും ഡിസ്ട്രിക്ട് മീറ്റിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും സ്പീച്ച് തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത്. അതായത് റിസ്വാന, ഇത് കേൾക്കുന്നവർക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇത് ഒരുപാട് പരിശ്രമങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ വല്ലാത്ത ഒരു ഹാർഡ് വർക്ക് ഇതിനൊപ്പമുണ്ട്. ഒപ്പം സ്വന്തമായി നമ്മൾ ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും വേണം അല്ലേ, നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള കാര്യത്തിൽ. അപ്പം അതാണ്. അപ്പം എനിക്ക് കുഞ്ഞിലേ മുതലൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ MBBS. കാരണം എന്റെ സർജറി ചെയ്ത ഡോക്ടറിനെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം എനിക്ക് വീട്ടിലാണെങ്കിൽ എന്ത് സപ്പോർട്ടാ, മീൻസ് എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് വിട്ടേക്കത്തില്ല. എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു. എനിക്ക് ശരിക്കും നോർമലായിട്ട് തന്നെയാ വീട്ടിൽ വളർത്തിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡിസപ്പോയിന്റഡ് ആവുന്ന ഒരു അവസ്ഥ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. പല ഡിസബിലിറ്റി ഉള്ള അവരുടെയൊക്കെ ലൈഫിൽ ഓരോ സമയത്തൊക്കെ പല ഡിസപ്പോയിന്റഡ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ അത്രയ്ക്കും ആണ് അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഉമ്മച്ചി വാപ്പിച്ചൊക്കെ. അപ്പൊ സപ്പോർട്ട് ഹാർഡ് വർക്ക് മാത്രമല്ല, ഭയങ്കര സപ്പോർട്ടീവാണ് അവര്. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹം പറഞ്ഞു. അപ്പൊ വാപ്പിച്ചു പറഞ്ഞു അതിനെന്താണ് ഒരു കുഴപ്പമില്ല, മോളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു.
ഓക്കെ, എന്റെ നോർമൽ സ്കൂളിൽ അങ്ങ് വിട്ടു. CBSE സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവർക്ക് അതൊരു ഇഷ്യൂ അല്ലായിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു ഒരു തോന്നലേ അവർക്കില്ലായിരുന്നു. ബാക്കിയുള്ള പാരന്റ്സ് എന്ന് പറയുമ്പോൾ അയ്യോ എന്റെ മോളെ കൊണ്ട് പറ്റുമോ, എന്റെ മോനെ കൊണ്ട് പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ എന്റെ പാരന്റ്സ് അങ്ങനെ ചെയ്തില്ല. അവര് നോർമലായിട്ട് എങ്ങനെ ഒരു നോർമൽ കുട്ടീനെ എങ്ങനെ വളർത്തുന്നോ അതേപോലെ തന്നെയായിരുന്നു എന്നെയും എന്റെ ബ്രദറിനെയും അവര് വളർത്തിയത്. ഈ അതിനുശേഷം MBBS സ്റ്റുഡൻ്റായി ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്താണ് റിസ്വാന ഉള്ളത്. ഇത്തരം വൈകല്യങ്ങൾ ഉള്ളവരോട് ഈ ദിനത്തിൽ റിസ്വാനയ്ക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ആത്മവിശ്വാസത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ സമീപിക്കണം, ഒപ്പം മറ്റുള്ളവരുടെ പിന്തുണ വേണം എന്നുള്ളത് തന്നെയല്ലേ? അതെ, അപ്പൊ എനിക്ക് ഇപ്പൊ ന്യൂസ് ചാനലിൽ കാണുന്ന ഇപ്പൊ ഓരോ കുട്ടികളും മീൻസ് ഒരു ജനിച്ച് കേൾക്കാൻ പറ്റാത്ത ഓരോ കുട്ടികളുടെയും പാരന്റ്സിനോടാണ് എസ്പെഷ്യലി പറയാനുള്ളത്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഇപ്പം എല്ലാവരും അറിഞ്ഞു വരുന്ന ഒരു ടൈമാണ്. ബർത്തിൽ തന്നെ ഇപ്പൊ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം നേരത്തെ തന്നെ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യണം. സർജറി ചെയ്തത് കൊണ്ട് മാത്രം അതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല. സ്പീച്ച് തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് അത് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആയിരിക്കും സ്പീച്ച് തെറാപ്പിസ്റ്റിനേക്ക്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. വീട്ടിൽ വന്നിട്ട് അമ്മമാരെ ഇരുത്തി പഠിപ്പിക്കേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പം അച്ഛന്മാരെങ്കിൽ അച്ഛന്മാര്, അപ്പൊ അമ്മമാരാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടൈം ഉണ്ടാവും അവർക്ക് ഇരുത്തി പഠിപ്പിക്കാനൊക്കെ. അപ്പം നല്ല കഷ്ടപ്പെടണം. പിന്നെ ഇത്രയും വർഷം കൊണ്ട് സ്പീച്ച് തെറാപ്പി കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ 8 വർഷം എനിക്ക് സ്പീച്ച് തെറാപ്പി തന്നത്. 1 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വയസ്സ് വരെ എനിക്ക് സ്പീച്ച് തെറാപ്പി തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇപ്പോഴും തിരുത്തി തരും. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വാക്ക് പോലും വിടില്ല. അതന്നെ പറഞ്ഞു. ഇപ്പൊ മിക്ക കുട്ടികളും അമ്മമാരും പറയുന്ന ആ കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങളെ ഫോഴ്സ് ചെയ്യിപ്പിക്കാറില്ല എന്ന്. ഫോഴ്സ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ചെറുപ്പത്തിലേ അവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പിന്നെ വലുതാവുമ്പോ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെയായിരിക്കും അവർക്ക് ഡിസപ്പോയിന്റഡ് ആവുന്നത്. അപ്പൊ അവരങ്ങനെ കമ്മ്യൂണിക്കേഷനിലൊന്നും പോകുന്നില്ല, അവര് മാറി നിൽക്കും, സ്മാർട്ട് ആവില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനേക്കാളും നല്ലത് കൊച്ചാണെന്ന് ഓർത്തൊന്നും കാര്യമാക്കാതെ അവരെ മാക്സിമം എല്ലാ ആൽഫബറ്റും അവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. പക്ഷെ മലയാളം കുറച്ച് പാടാണ്. അപ്പൊ മലയാളം നല്ല രീതിയിൽ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്ത് അവരെ നോർമലാക്കി കൊണ്ടുവരണം. കംപ്ലീറ്റ്ലി നോർമലാക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മിറാക്കിളാണ് ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത്. വേറൊരു ഡിസബിലിറ്റിക്ക് ആണെങ്കിലും നമുക്കൊന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്തോ കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. പക്ഷെ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയുള്ളൂ. ഇപ്പൊ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത സ്പീച്ച് തെറാപ്പിയും കൂടെ നല്ല രീതിയിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നോർമലായിട്ട് അവർക്ക് വരാം. ഈ റിസ്വാനയുടെ പരിശ്രമവും ഈ തിരിച്ചുവരവും ഒക്കെ ലോകതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. WHO പോസ്റ്ററിൽ റിസ്വാനയുടെ സാന്നിധ്യമുണ്ട്, റിസ്വാനയുടെ പടമടക്കമുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അവര് ഈ റിസ്വാനയുമായി സംസാരിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ആയിരുന്നോ? കേട്ടില്ല, പറയാമോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പോസ്റ്ററിലേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? പോസ്റ്റിലേക്ക് വന്നത് ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഇയറിൽ വന്നപ്പോ ഒരു ബ്രെഡ്ലിയുടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ബ്രെഡ്ലി ആയിട്ട്. അപ്പൊ ആ ഒരു ടൈമിലാണ് ഡോക്ടർ അഷീലിന് KSSMൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ TD മെഡിക്കൽ കോളേജിൽ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓൾറെഡി ഡോക്ടർ അഷീലിനെ എന്നെ അറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് WHO വർക്ക് ചെയ്യുന്ന ഡോക്ടർ അഷീലിനെ കിട്ടിയത്. അപ്പൊ അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു വേൾഡ് ഹിയറിംഗ് ഡേ വരുന്നത്. അപ്പൊ അത് കാരണം റിസ്വാനയുടെ പോസ്റ്റർ തരാൻ താല്പര്യമുണ്ടോന്ന്. അപ്പൊ എനിക്ക് കംപ്ലീറ്റ്ലി താല്പര്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ കണ്ടെങ്കിലും സർജറി ചെയ്യാൻ അവർക്കാവട്ടെ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അവരാരും അക്സെപ്റ്റ് ചെയ്യില്ല ഇത്രയും നല്ലൊരു ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ശരി, അപ്പൊ ഒരു വേൾഡ് ഹിയറിംഗ് ഡേ ആകുമ്പോഴത്തേക്കും നല്ലൊരു സന്ദേശമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമല്ലോ. നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ നേരത്തെ തന്നെ നമുക്കെല്ലാം ശരിയാക്കി എടുക്കാമല്ലോ എന്നുള്ളൊരു ഇതിലായിരുന്നു. തീർച്ചയായും അതാണ് റിസ്വാന ഇന്നത്തെ ദിവസം ഇതുമായി ബന്ധപ്പെട്ടവർക്ക്, പ്രധാനപ്പെട്ട ആളുകൾക്ക് നൽകുന്ന സന്ദേശം അതാണ്. ഒരു ഹാർഡ് വർക്ക്, നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള അമിതമായ ആഗ്രഹം, ഒപ്പം നിന്നവരുടെ പിന്തുണ, ഇതൊക്കെ റിസ്വാനയ്ക്ക് വലിയ സഹായകരമായി. ഇന്ന് MBBS വിദ്യാർത്ഥിനിയാണ് റിസ്വാന. വളരെ മിടുക്കിയായി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വലിയ ഒരു കരിയർ റിസ്വാന കെട്ടിപ്പടുക്കുന്നു. റിസ്വാനയ്ക്ക് എല്ലാ ആശംസകളും. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട് റിസ്വാനയുടെ വാക്കുകളിൽ നിന്ന് ലഭിച്ചു കാണുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇനിയും സജിത്തിലേക്കും ആര്യയിലേക്കും ഒന്ന് പോകണം. അവരവിടെ ചിത്രാഞ്ജലിയിൽ മറ്റു വാർത്തകളുമായി കാത്തുനിൽപ്പുണ്ട്. ബാക്ക് ടു ദം. എന്തായാലും റിസ്വാനയുടെ
ചരിത്രം പലർക്കും പ്രചോദകമാവട്ടെ അല്ലേ? അതെ അതെ, തീർച്ചയായും. താങ്ക് യു രഞ്ജിത്ത് രാമചന്ദ്രൻ, റിസ്വാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തന്നതിന്. ഇനി നമ്മൾ കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്കാണ് പോകുന്നത് അല്ലേ? മടങ്ങി വരാം. പ്രഭാത കേരളത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ഒരു എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് അല്ലെ, ന്യൂസ് 18 ബ്രേക്കിംഗിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് സമീപകാലത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് CPM രാഷ്ട്രീയത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾക്ക് ഇടവെച്ചത്. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് EP ജയരാജൻ തുറന്നു പറയുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇനി താൻ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്കില്ല, തനിക്കെതിരെ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്. തിരുവനന്തപുരമാണ് അതിന്റെ പ്രഭവ കേന്ദ്രം. ഒപ്പം ഇതിന് കണ്ണൂർ ബന്ധം കൂടി ഉണ്ട് എന്നതാണ് EP ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു എന്ന ആരോപണവും EP ജയരാജൻ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം EP ജയരാജന്റെ അസാന്നിധ്യം ഏറ്റവും ചർച്ചയായത് ഇപ്പോൾ നടക്കുന്ന MV ഗോവിന്ദന്റെ യാത്രയിൽ അദ്ദേഹം പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹം പറയുന്നില്ല. ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള മറുപടി തന്നെയാണ് അദ്ദേഹം ഈ അഭിമുഖത്തിലും പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വൈദികത്തിൽ നടന്നത് ആദായ നികുതി വകുപ്പിന്റെ പരിശോധന അല്ലെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറയുകയുണ്ടായി. ജയരാജൻ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. പാർട്ടി യോഗത്തിൽ താൻ ഇക്കാര്യത്തിൽ വ്യക്തത P ജയരാജൻ വരുത്തിയിട്ടുണ്ടെന്നുമാണ് EP ജയരാജൻ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും EP ജയരാജന്റെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആ വാർത്തകൾ, ആ വാക്കുകൾ കണ്ട ശേഷം നമുക്ക് മടങ്ങി വരാം. ഇതുവരെ EP ജയരാജൻ എന്ന നേതാവിനെ ഈ ജാഥയിൽ ഒരിടത്തും, ഈ യാത്രയിൽ ഒരിടത്തും കണ്ടില്ല. ലീഡറെയും 5 സഖാക്കളെയും അതിന് ചുമതലപ്പെടുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ മൊബിലൈസ് ചെയ്യുന്നു, പരിപാടിയിൽ പങ്കെടുക്കുന്നു, വലിയ ജനക്കൂട്ടമുണ്ടാകുന്നു. അത്രയും കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയാണ്. അവിടെ എല്ലാ പാർട്ടിക്കാരും ഓരോ സ്ഥലത്തും പോകണമെന്നും പറയുന്നത് ശരിയായിട്ടുള്ള നിലപാടേ അല്ല. ഏതെങ്കിലും ഘട്ടത്തിൽ യാത്രയുടെ ഭാഗമാകുമോ EP? അല്ല, പാർട്ടിക്കാരെല്ലാം ഈ ജാഥയുടെ ഭാഗമായി തീരുന്നുണ്ട്. അതുകൊണ്ട് ആ ചോദ്യത്തിനും പ്രസക്തിയില്ലാത്തതാണ്. അങ്ങ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, അത് തലസ്ഥാനം കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന നടത്തുന്നതെന്ന്. ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? എന്താണ് അവരുടെ ഉദ്ദേശ്യം? അത് എന്നെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. വ്യക്തിപരമായി തകർക്കുക, ഡാമേജ് ചെയ്യുക. അത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രഭവ കേന്ദ്രം തലസ്ഥാനത്ത് തന്നെയാണോ? തലസ്ഥാനത്തൊക്കെ ഉണ്ടാവും, കണ്ണൂരുമായി ബന്ധമൊക്കെ ഉണ്ടാവും പലപ്പോഴും. EP ജയരാജനും P ജയരാജനും ഏറ്റുമുട്ടി എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു. അപ്പോൾ ഏറ്റുമുട്ടലിൽ എത്ര പേർക്ക് പരുക്ക് എന്നുള്ള മറ്റിൽ പരിഹസിച്ചവരും ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ജയരാജന് എനിക്കെതിരായിട്ട് ആക്ഷേപമൊന്നും ഉന്നയിച്ചിട്ടില്ല. ജയരാജൻ ഉന്നയിച്ചൊരു കാര്യം, ഞാൻ ഇത്തരത്തിലൊരു ആയുർവേദ സ്ഥാപനം കണ്ണൂരിൽ ഉണ്ടാക്കാൻ സഹായിച്ചിരുന്നു. അതൊരു കമ്പനിയാണ്. കോപ്പറേറ്റീവ് സെക്ടറിൽ സഹായിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇങ്ങനെ കമ്പനിയായ സഹായിക്കാൻ പറ്റുമോ? അതാ ജയരാജൻ ഉന്നയിച്ച പ്രശ്നം. ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച് ഇങ്ങനെ ഉന്നയിച്ചപ്പോൾ അത് സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പിന്നീട് ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിൽ ഞാൻ പറഞ്ഞു, സംസ്ഥാന കമ്മിറ്റിയിലും പറഞ്ഞു. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി KK ശൈലജ മട്ടന്നൂരിൽ നിന്ന് രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കും. EP ജയരാജൻ മട്ടന്നൂരിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തും, മന്ത്രിയാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരിക്കലും മുൻകൂട്ടി സ്ഥാനാർത്ഥികൾ ആരെയും പ്രഖ്യാപിക്കാറില്ല. അതിൻ്റെ സമയത്ത് ആലോചിക്കും, കാര്യങ്ങൾ നിശ്ചയിക്കും. പിന്നെ എന്നോട് വ്യക്തിപരമായി ചോദിക്കുന്നയാൾക്ക് ഇനി കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം ഞങ്ങൾക്ക് പ്രായം കഴിഞ്ഞു, ഞങ്ങളൊക്കെ പലതും ആയി കഴിഞ്ഞു. ഇനി പുതിയ തലമുറയിൽപ്പെട്ടവർ വരട്ടെ, ചെറുപ്പക്കാർ വരട്ടെ. അവർക്ക് ഞങ്ങളെക്കാളും ഊർജം ഉള്ളവരാണ്. അവർ ആർജവത്തോടുകൂടി അവർക്ക് പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയും. അവിടെ
TDS നോക്കാൻ ഉദ്യോഗസ്ഥന്മാർ പോയതാ. TDS കഴിഞ്ഞ മാർച്ച് 31 വരെ അവരൊരുപാട് പിന്നെ പർച്ചേസിങ്ങും ബിസിനസ്സും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ TDS പിടിക്കുകയും TDS അടക്കുകയും ചെയ്തു. പിന്നെ ഒരു കൊല്ലക്കാലമായി കൺസെഷനുള്ള പർച്ചേസിങ്ങും ഇല്ല. അവർ TDS അടക്കണ്ട. ഈ TDS അവരുടെ ബുക്കിൽ ഇങ്ങനെ ഒരു കൊല്ലക്കാലത്തോളം TDS അടക്കാതായിട്ട് കാണും, മുമ്പ് അടച്ചതായിട്ടും കാണുന്നു. അവർ വെരിഫൈ ചെയ്യും. അവരവിടെ വന്ന് പരിശോധിക്കാൻ വന്നതാ. അതാ ഇൻകം ടാക്സ് റെയ്ഡ്, അതാണ് EDന്റെ റെയ്ഡ്. ഇൻകം ടാക്സ് റെയ്ഡിയുള്ള റെയ്ഡിയേണ്ട ആളുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെയ്തേക്കും. അത് ചെയ്തോട്ടെ, അത് കുറ്റം ചെയ്തവരൊക്കെ പിടിക്കൂ. പിടിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഒരു TDS നോക്കാൻ ഉദ്യോഗസ്ഥന്മാർ പോയതിനെ ആ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇൻകം ടാക്സ് റെയ്ഡ് അവിടെ ആണതിന്. എന്ത് ഇൻകം വേണ്ടേ അവിടെ? ഇൻകം ഉണ്ടായാലല്ലേ ഇൻകം ടാക്സ്. അതുമാത്രമല്ല പുതിയൊരു സ്ഥാപന പിന്നെ ആശുപത്രിയാണ്, എക്സംഷൻ ഉണ്ട് ഇൻകം ടാക്സിൻ്റെ അകത്ത് നിയമപരമായിട്ട് തന്നെ. ഇത് TDS കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അവരുടെ റെക്കോർഡ് ഞാനീ പറഞ്ഞത് ശരിയാണ്. സമകാലീന വിവാദങ്ങളിലെല്ലാം അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും VV അരുൺ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അരുൺ, ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാക്കുകളാണ് EP ജയരാജന്റേത്. അതിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുമുണ്ട്. ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് ഒരു പരിധിവരെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അരുണ്, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാവുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു, അതിന് ചില കണ്ണൂർ ബന്ധങ്ങളുണ്ട് എന്ന EP ജയരാജന്റെ തുറന്നു പറച്ചിലാണ്. EP ലക്ഷ്യമിടുന്നത് ഏതെങ്കിലും പ്രത്യേക നേതാവിനെയാണോ? പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ, CPM രാഷ്ട്രീയത്തിലടക്കം വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ EP ഏതെങ്കിലും പ്രത്യേക നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണോ ഈ വാക്കുകൾ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്? സജിത്ത്, അതിൽ നേതാവിനെ ആകാം, അല്ലെങ്കിൽ നേതാവിനൊപ്പം നിൽക്കുന്ന മറ്റു ചിലരെ ആകാം. പക്ഷേ ആരെന്ന കാര്യത്തിൽ EP വ്യക്തത വരുത്തില്ല. ഏതായാലും കണ്ണൂർ ബന്ധമുള്ള തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആളെന്ന് വളരെ വ്യക്തമായി തന്നെ EP ജയരാജൻ പറയുന്നു. അത് അദ്ദേഹം ആരെയുടെ ഉദ്ദേശ കാര്യത്തിൽ നമുക്ക് ആ തരത്തിലേക്ക് വ്യക്തത അതിൽ വന്നിട്ടില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെയാണ് തനിക്കെതിരെ ഗൂഢാലോചന എന്ന് പറയാതെ പറയുകയാണ് ഇതിലൂടെ EP ജയരാജൻ ചെയ്യുന്നത്. അദ്ദേഹം ഇതിന് തുറന്ന ചോദ്യത്തിൽ പാർട്ടിയെ നശിപ്പിക്കാൻ നിൽക്കുന്നവരാണ്, ഇത് പാർട്ടി വിരുദ്ധ നടപടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പാർട്ടിക്ക് പുറത്തുള്ളവരുമാകാം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു, തന്നെ ഇല്ലാതെ തൻ്റെ സ്വഭാവത്തെ നടത്താൻ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം പാർട്ടിക്കുള്ളിൽ നിന്ന് നടക്കുന്നു എന്ന് വളരെ വ്യക്തമായി EP ജയരാജൻ ആരോപിക്കുകയാണ്. അദ്ദേഹം സംശയിക്കുന്നത് അത്തരം കാര്യം തന്നെയാണ്. അത് P ജയരാജൻ പാർട്ടി നേരത്തെ ചർച്ച ചെയ്ത് കടമ്പിൽ നിന്ന് തള്ളിക്കളഞ്ഞ ഒരു ആരോപണം സംസ്ഥാന സമിതി ഉന്നയിച്ചത് മുതൽ അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് EP ജയരാജൻ. അതുതന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന രീതിയും അദ്ദേഹം സംശയത്തോടെയാണ് കാണുന്നത്. P ജയരാജൻ സംസ്ഥാന സമിതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പുള്ളി വിടാതെ അതേ രീതിയിൽ അതേ വാക്കുകളാണ് പിന്നീട് മാധ്യമങ്ങളിൽ വന്നത്. അവിടെ മുതൽ ഗൂഢാലോചനയുണ്ട്, അത് തനിക്കെതിരെയുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമെന്നാണ് EP ജയരാജൻ വിശ്വസിക്കുന്നത്. അതുതന്നെ അദ്ദേഹം നമ്മുടെ എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലും വ്യക്തമായി ആരോപിക്കുന്നത്. പരോക്ഷമായെങ്കിലും അദ്ദേഹം അക്കാര്യം സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയാണ്. മറ്റൊന്ന്, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുന്നു എന്ന വാർത്ത കഴിഞ്ഞ നവംബറിൽ ന്യൂസ് 8 നൽകിയിരുന്നു. ഇന്നലത്തെ ഈ അഭിമുഖത്തിലും അദ്ദേഹം ആ വാർത്ത നിഷേധിക്കുന്നില്ല. പ്രായം എന്നത് വസ്തുതയാണ്, അനാരോഗ്യം വസ്തുതയാണ്, അതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും അത് വ്യാഖ്യാനിക്കാം എന്ന് കൂടി അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ കേട്ടത്, അദ്ദേഹം ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല, അതിനുള്ള കാലം തങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു, താൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞിരിക്കുന്നു, പുതുതലമുറ ഈ മത്സരരംഗത്തേക്ക് വരട്ടെ, അതിന് മത്സരിക്കാനില്ല എന്ന് കൂടി വ്യക്തമാക്കുകയാണ് EP ജയരാജൻ. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വന്ന വാർത്തകൾ, മട്ടന്നൂരിൽ KK ശൈലജയാണ് ഇപ്പോഴത്തെ MLA, അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കും. അങ്ങനെ EP ആ സീറ്റിൽ വീണ്ടും മത്സരിച്ച് നിയമസഭയിലേക്കും അതുവഴി രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്കും വരുമെന്ന തരത്തിലുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങളുണ്ട്. അത് പൂർണ്ണമായും തള്ളുകയാണ് EP ജയരാജൻ. ഇനിയൊരു മത്സരത്തിനില്ല, അതിനുള്ള പ്രായം തനിക്ക് കഴിഞ്ഞു, ആരോഗ്യപരമായും സംഘടനാപരമായും അതിനുള്ള കാലം കഴിഞ്ഞു എന്ന് കൂടി EP പറയുകയാണ്. സജിത്ത്, അരുണ, ഒരു കാര്യം കൂടി, ഈ EP-യുടെ വാക്കുകൾക്കിടയിലുള്ള ഒരു കാര്യം, ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രതീക്ഷിച്ച സ്ഥാനം ലഭിച്ചില്ല, ഇതടക്കം ചില അതൃപ്തി നേതൃത്വവുമായി അദ്ദേഹത്തിനുണ്ട്. അത് നേരത്തെ തന്നെ അതിന്റെ കൃത്യമായ ചില സൂചനകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ അഭിമുഖത്തിലും അദ്ദേഹം ചില സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. താങ്കൾക്ക് ചില അതൃപ്തികളില്ലേ എന്ന ചോദ്യത്തിന്
അത് ചിലപ്പോൾ വ്യാഖ്യാനമാവാം, അതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം എന്ന തരത്തിലുള്ള പരാമർശമൊക്കെ EP നടത്തിയിട്ടുമുണ്ട്. സ്വാഭാവികമായും തനിക്ക് ചില അതൃപ്തികളുണ്ട് എന്ന് തുറന്നു പറയാൻ, അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ചില സൂചനകൾ പങ്കുവെക്കാൻ EP ഈ അഭിമുഖത്തിൽ ശ്രമിച്ചിട്ടില്ല അരുൺ? തീർച്ചയായും അതൃപ്തി എന്ന ചോദ്യം വളരെ വ്യക്തമായി തന്നെ അഭിമുഖത്തിൽ ഉയർന്നു. അവിടെ അദ്ദേഹം അത് അതൃപ്തി ഇല്ല എന്ന് വളരെ എളുപ്പം EP ജയരാജന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. അതൃപ്തി എന്നുള്ളത് വ്യാഖ്യാനം മാത്രമാണ്. അത് ആർക്കും വ്യാഖ്യാനിക്കുന്ന കാര്യമാണ്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതൃപ്തി എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പറയേണ്ടത് പറയും, നല്ല കാര്യവും ചീത്ത കാര്യവും തുറന്നു പറയും. അവിടെ അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനം. അതായത് തനിക്ക് അതൃപ്തിയുണ്ട് പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്ക്, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം തന്നോട് കാണിക്കുന്ന നിലപാടിൽ, സമീപനത്തിൽ അതൃപ്തിയുണ്ടെന്ന് വളരെ പ്രത്യക്ഷമായി തന്നെ EP പറയുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായി തള്ളിപ്പറഞ്ഞ അത്തരത്തിലൊരു അതൃപ്തിക്കും ഇടയില്ല. താൻ പാർട്ടിയുടെ പ്രധാന നേതാവാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതൃപ്തി എന്നൊരു വിഷയമില്ലാതെ അദ്ദേഹം തുറന്നു പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം വളരെ മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൃപ്തി ഉണ്ട്, തനിക്ക് അതൃപ്തിയുണ്ട്, പല കാര്യങ്ങളും അതൃപ്തിയുണ്ട്. യാത്രയുടെ കാര്യം പോലും അദ്ദേഹം യാത്രയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിരോധ യാത്ര എല്ലാ പാർട്ടിക്കാരും പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ്. അതായത് ഈ MV ഗോവിന്ദൻ പറയുന്നത് 18-ാം തീയതി തിരുവനന്തപുരത്ത് ഈ യാത്ര സമാപിക്കുന്നതിന് മുമ്പ് EP പങ്കെടുക്കും. അങ്ങനെയല്ല ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇതിൽ പങ്കെടുക്കേണ്ടത്. അദ്ദേഹത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് MV ഗോവിന്ദൻ നേരിട്ട് ക്ഷണിച്ചിരുന്നതാണ്. അദ്ദേഹം അവിടെ പങ്കെടുത്തില്ല. 3 ദിവസത്തിലേറെ കണ്ണൂർ ജില്ലയിൽ ഈ യാത്ര പര്യടനമുണ്ടായിരുന്നു. അവിടെ പങ്കെടുത്തില്ല. തൊട്ടടുത്തുള്ള വയനാട്ടിൽ അദ്ദേഹം പങ്കെടുത്തില്ല. ഇനിയും പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ EP ജയരാജൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെ. അദ്ദേഹം എത്രത്തോളം അതൃപ്തിയിലാണ്, അല്ലെങ്കിൽ MV ഗോവിന്ദനുമായി എത്രത്തോളം സ്വരച്ചേർച്ചയില്ലായ്മയാണ് EP ജയരാജൻ മുന്നോട്ട് പോകുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്, തെളിവാണ്. അത് അദ്ദേഹം തള്ളി പറയുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യാത്ര പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയാനും EP തയ്യാറാവുന്നില്ല. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ, അവൈലബിൾ സെക്രട്ടറി യോഗമാണ് ചെയ്തതിൽ പങ്കെടുക്കുന്നുണ്ട്. എങ്കിലും ഈ യാത്രയിൽ പങ്കെടുക്കാതെ അദ്ദേഹം വിട്ടുനിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. തൻ്റെ അതൃപ്തി അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ട് പാർട്ടി പരിപാടികളിൽ നിന്ന്, ഈ യാത്രയിൽ നിന്ന് പോലും വിട്ടുനിൽക്കുകയാണ്. സജീവ രാഷ്ട്രീയത്തിൻ്റെ പിന്മാറ്റ വാർത്ത അദ്ദേഹം നിഷേധിക്കുന്നില്ല. അതിലും അദ്ദേഹം വ്യാഖ്യാനിക്കാനുള്ള അവസരം നമ്മളുൾപ്പെടെ മാധ്യമങ്ങൾക്ക് വിട്ടു നൽകുകയാണ്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. സജീവ രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല. ഒരു CPM നേതാവ് സാധാരണ അങ്ങനെ പറയാറില്ല. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു നേതാവ്, ഒരു പ്രവർത്തകൻ ഏത് ഘടകത്തിൽ, ഏത് തലത്തിൽ പ്രവർത്തിക്കണം, പാർലമെന്റ് രംഗത്തേക്ക് ആണോ അല്ലെങ്കിൽ സംഘടന രംഗത്താണ് നിൽക്കേണ്ടത്. EP പറയുകയാണ്. EP ആദ്യമല്ല പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും 2021 നിയമസഭ ശേഷവും അദ്ദേഹം കാര്യം പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാര്യം ഇപ്പോൾ അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നു. താൻ ഇനി മത്സരിക്കാനില്ല, അതിൻ്റെ പ്രായം കഴിഞ്ഞു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പുതുതലമുറ കടന്നു വരണം, അത് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് EP ഒരു അക്ഷരാർത്ഥത്തിൽ തുറന്നു പറിച്ചു തന്നെയാണ് നമ്മുടെ ഈ അഭിമുഖത്തിൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു. കണ്ണൂർ ബന്ധമുള്ള ആളുകളാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. തൻ്റെ വ്യക്തിഹത്യ നടത്താൻ, തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നും അതാണ് യഥാർത്ഥ പാർട്ടി വിരുദ്ധ സമീപനം എന്നുകൂടി EP പറഞ്ഞു വയ്ക്കുകയാണ്. തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ്. എന്തായാലും ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ CPM രാഷ്ട്രീയത്തിൽ EP-യുടെ വെളിപ്പെടുത്തലുകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിലെ ജയരാജ യുദ്ധം, അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര കലഹം, ഈ പ്രതിരോധ ജാഥയിൽ EP ജയരാജന്റെ അസാന്നിധ്യം തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ വിവാദങ്ങളിലും അദ്ദേഹം കൃത്യമായ മറുപടികൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഈ അഭിമുഖം പൂർണ്ണമായി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്. അതെ, ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയുമായി EP ജയരാജൻ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖം അത് പ്രേക്ഷകരിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തും. പാർട്ടിക്ക് നേരെ ഏത് തരത്തിലുള്ള ആക്രമണം, ആക്ഷേപമുണ്ടായാലും ആദ്യം വാളെടുത്ത വണ്ണം പ്രതിരോധവുമായി ഇറങ്ങുന്ന നേതാവാണ് EP ജയരാജൻ. പ്രായമാകുന്നു എന്നുള്ളതൊരു വസ്തുത. പ്രായമായിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ല, എല്ലാ പാർട്ടിക്കാരും എല്ലാ സ്ഥലത്തും സന്നിധരാകും. തലസ്ഥാനത്തൊക്കെ ഉണ്ടാവും, കണ്ണൂർ പോയി ബന്ധമൊക്കെ ഉണ്ടാവും പലപ്പോഴും. അവർ റെക്കോർഡ് മുഴുവൻ അവിടെ നോക്കി അവർക്കൊന്നും ഇല്ലല്ലോ പറയാം. അവർ വളരെ കറക്റ്റാണെന്ന് പറഞ്ഞ് പോയല്ലോ എല്ലാവരും. ഞങ്ങളൊക്കെ പലതും ആയിക്കഴിഞ്ഞു. ഇനി പുതിയ തലമുറയിൽപ്പെട്ടവർ വരട്ടെ, ചെറുപ്പക്കാർ വരട്ടെ. പറഞ്ഞതും പറയാത്തതും ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
വിശദമായി കേൾക്കാം. 12 മണിക്ക് പ്രേക്ഷകർ കാത്തിരിക്കുക. അപ്പോൾ പ്രഭാത കേരളം ചിത്രാഞ്ജലിയിൽ നിന്നും തുടരുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും കാത്തിരിക്കുന്നുണ്ട് പ്രേക്ഷകരെ. അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ജയരാജൻ, റജി ഇപ്പോൾ ഈ ഗോവിന്ദൻ മാഷയുടെ യാത്രയിൽ പങ്കെടുക്കാത്തത്? ഞാൻ ഇവിടെ ആ കൊന്നു നിരത്തുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞതല്ലേ, ഇവിടുത്തെ പരിസ്ഥിതി സ്നേഹികളൊക്കെ നിരവധി തവണ പറഞ്ഞതല്ലേ? എന്റെ CPM എന്റെ മൗനം പാലിച്ചത്? CPM എന്തിനാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്? അതിന്റെ സാധനം കിട്ടാത്ത ഒരു അംഗീകാരവും EP ജയരാജന്റെ റിസോർട്ടിന് കിട്ടുന്നത് എങ്ങനെയാണ്? എന്തിനാണ് രമേശിനെ പിടിച്ച് ഇപ്പൊ പുറത്താക്കിയിട്ടുള്ളത്? ഇന്ന് എല്ലാവർക്കും വ്യക്തമാണ്. കണ്ണൂരിനെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. റജിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ റജി CPM നേതാക്കന്മാരോട്, കണ്ണൂരിലെ നേതാക്കന്മാരോട് അന്വേഷിക്കുക. അല്ല, CPMലെ കണ്ണൂരിലെ പ്രവർത്തകന്മാർക്കും അവിടുത്തെ നേതൃത്വത്തിനും അവിടുത്തെ സാമാന്യ ജനവിഭാഗത്തിനും ഇതൊക്കെ ബോധ്യമുണ്ട്. എന്താണ് അവിടെ നടന്നിട്ടുള്ളതെന്നും എവിടുന്നാണ് ഇത്രയും പണം വന്നിട്ടുള്ളതെന്നും എന്താണ് ആ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. ഇത്രയും വലിയ സംവിധാനം എടുക്കുമ്പോൾ ഇവിടുത്തെ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ ഇവരൊക്കെ? ഇവർക്ക് എവിടുന്നാണ് നിധി കിട്ടിയതാണോ? കുഴിച്ചെടുത്ത നിധിയാണോ ഇവര്? തറവാട്ടിന്ന് കുഴിച്ചെടുത്ത നിധിയാണോ? അല്ലല്ലോ. ഇവരിവിടുത്തെ തൊഴിലാളി വർഗത്തിന്റെ കുപ്പായം അണിഞ്ഞിട്ട് ഇവിടുന്ന് ഉണ്ടാക്കി സമ്പാദിച്ചു കൂട്ടിയതല്ലേ? ഞാൻ നിങ്ങളും കൊടുക്കുന്ന നിധിപ്പണം ഇവിടുന്ന് കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടവും അതോടൊപ്പം ഇങ്ങനെ അവീതമായി സമ്പാദിക്കുന്ന നേതൃത്വവും എല്ലാം എന്ന് നിഷേധിക്കാൻ ഇവർക്ക് സാധിക്കുമോ? അതുകൊണ്ട് ഇതിനൊന്നും ഞങ്ങളെയൊന്നും പറയണ്ട. എന്നാ പിന്നെ അന്വേഷണം CPMനോട് ചോദിച്ചിട്ട് അന്വേഷിക്കാം. എല്ലാ കാര്യവും എല്ലാ അന്വേഷണവും CPMനോട് ചോദിച്ചിട്ട് ചെയ്യാം. എന്നാൽ രാവിലെ CPM ഓഫീസ് JKG സെന്റർ വിളിച്ചു ചോദിക്കാം. ആരെയൊക്കെ വീട്ടിൽ പോണ്ടേ, എവിടെയൊക്കെയാണ് പോണ്ടേ, എങ്ങോട്ടാണ് പോണ്ടേ, എങ്ങനെയാ ചോദിക്കേണ്ടതൊക്കെ അവരോട് ചോദിച്ചിട്ട് ചോദിക്കാം. അല്ലാതെ ഒരു കുറ്റാന്വേഷണ വിഭാഗം എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചോളം ഒരു പരാതി കിട്ടി അന്വേഷിക്കൂലേ? ആദ്യം കൂടെയുള്ള പാർട്ട്ണർമാരോട് വിശ്വാസത്തിലെടുത്തില്ല. പാർട്ട്ണർമാരെ അന്വേഷിക്കാൻ പറ. CPM നേതൃത്വമാണ് ഇതിന്റെ പിറകിൽ. ഇഡിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇഡിയുടെ മുന്നിൽ പോയിട്ടുള്ള പരാതികളൊക്കെ ഈ CPM നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടതാണ് കണ്ണൂരിൽ നിന്ന്. കണ്ണൂരിൽ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. ഈ പുറത്തു വരുന്ന രഹസ്യങ്ങളൊക്കെ പുറത്തു വരുന്നതും അതിന്റെ ഭാഗമായിട്ടാണ്. അതിന് BJP കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശരി, BJP കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നതാണ് ശ്രീ N ഹരിദാസ് പറയുന്നത്. അതേസമയം LDF കൺവീനറിന്റെ ഭാര്യയും ഒപ്പം തന്നെ മകനും ഡയറക്ടർമാരായ വൈദേഹികത്തിലാണ് ഈ റെയ്ഡ് നടക്കുന്നത് എന്നത് പ്രധാനമാണ്. EP-യുടേതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വരണം. പാർട്ടിയിൽ തന്നെ പരാതി ഉയർന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ അതിനെ CPM എങ്ങനെ പ്രതിരോധിക്കും, എന്ത് കാര്യങ്ങൾ പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിയുന്നു എന്നതും പ്രസക്തമാണ്. കണ്ണൂരിലെ വൈദേഹം റിസോർട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടക്കുകയാണ്. EP ജയരാജന്റെ ഭാര്യയും മകനും ഡയറക്ടർമാരായ റിസോർട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. EP-ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിന് പിന്നാലെയാണ് പരിശോധന. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, EP ആരോപണ നിഴലിൽ നിൽക്കുമ്പോൾ നടക്കുന്ന പരിശോധനയാണ്. EP-യുടെ കുടുംബത്തിന് അവിടെ ബന്ധമുള്ള റിസോർട്ടാണ്. ഈ പ്രാധാന്യമാണുള്ളത്. എപ്പോൾ തുടങ്ങിയതാണ് റെയ്ഡ്? വിവരങ്ങൾ എന്താണ്? രേണുക, ഇപ്പം മുമ്പാണ് EP ജയരാജന്റെ ഭാര്യ ചെയർമാനായുള്ള ഈ റിസോർട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. GST വകുപ്പിലെ ഉദ്യോഗസ്ഥരും ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ആണ് എത്തിയത്. അവർ പരിശോധന നടത്തുന്നു. 3 മണിയോടുകൂടിയാണ് ഈ റിസോർട്ടിൽ പരിശോധന ആരംഭിച്ചത്. നേരത്തെ തന്നെ ഈ വൈദികം റിസോർട്ടിന്റെ നിക്ഷേപത്തെ സംബന്ധിച്ചുള്ള പരാതികൾ വലിയ തോതിൽ വിവാദമായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച പരാതി ഉയർന്നു എന്നാണ് P ജയരാജൻ ഉന്നയിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. അതിനെ തുടർന്നാണ് EP-ക്ക് വൈദികം റിസോർട്ടിലുള്ള പങ്ക് വീണ്ടും ചർച്ചാ വിഷയമായത്. 90 ലക്ഷം അധികം രൂപയുടെ നിക്ഷേപം ഇവർക്ക് EP-യുടെ ഭാര്യയ്ക്കും മകനും ഈ റിസോർട്ടിൽ ഉണ്ട് എന്നാണ് വ്യക്തമായത്. അതിനെ തുടർന്ന് അത് വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു. എന്നാൽ EP-ക്ക് ഇതുമായി ബന്ധമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ തുകയും മകൻ മറ്റ് ജോലികൾ ചെയ്ത് കിട്ടിയ തുകയും നിക്ഷേപമായി വെക്കുകയാണ് ചെയ്തത്. 10 ലക്ഷം രൂപയാണ് മകന്റെ നിക്ഷേപം. 80 ലക്ഷം രൂപ ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ തുകയുമാണ് നിക്ഷേപിച്ചതെന്നായിരുന്നു EP-യുടെ വിശദീകരണം. എന്നാൽ ഇത് സംബന്ധിച്ച് പല കോണുകളിൽ നിന്ന് പരാതി ഉയർന്നു. തുടർന്ന് ED-ക്കും അതുപോലെ ആദായ നികുതി വകുപ്പിനും പരാതി ലഭിച്ചിട്ടുണ്ട്.
EDയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ആദായനികുതി വകുപ്പും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ വൈദിക റിസോർട്ടിലേക്ക് അന്വേഷണം നടത്തുന്നു എന്നതാണ് ഇതിനോട് വ്യക്തമാകുന്നത്. ശരി, തുടരുക മനു. ഇപ്പോൾ റിജിൽ മാക്കുറ്റി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ ഇപ്പോൾ നിങ്ങൾ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിജിലൻസ് പക്ഷേ അതിൽ മുന്നോട്ട് പോക്കുണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യമാണ്. അവിടെയാണ് കേന്ദ്ര ഏജൻസികൾ എത്തുന്നത്. നിങ്ങൾ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ശ്രീമതി രേണുക, ഈ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്നുള്ളത് അത്തരത്തിൽ മനോഹരമായ, പ്രേക്ഷകർക്ക് അത്ര സുപരിചിതം എന്ന് പറയുമ്പോൾ കഥാ പശ്ചാത്തലത്തിൽ പലപ്പോഴും സിനിമകളിലും സീരിയലുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ പിറകിലേക്ക് കാണുന്ന ക്ഷേത്രം. ഈ പ്രഭാത കേരളത്തിലെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അത്തരം ദൈവിക ഇടങ്ങളിൽ നിന്ന് പ്രഭാത കേരളം പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും നിൽക്കുന്നത് ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ് എന്ന് തോന്നൽ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഇതൊരു ക്ഷേത്രമല്ല, ഇതൊരു സെറ്റാണ്. ചിത്രാഞ്ജലിയിലെ ഒരു സെറ്റാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി, ഒരു പുതിയ മലയാള സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി അകത്ത് സെറ്റ് വളരെ പുതിയതായി സെറ്റിട്ടിരിക്കുകയാണ്. അവിടെ ഇന്ന് എൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങളൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടി, സിനിമ പ്രൊഡക്ഷന് വേണ്ടി ചിത്രാഞ്ജലിയിൽ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുണ്ട്. നമ്മൾ വാർത്തകൾക്കൊപ്പം ആ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും നമുക്ക് പത്രങ്ങളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാനുള്ള സമയമാണ് അല്ലേ? രഞ്ജിത്ത് രാമചന്ദ്രൻ അവിടെ നിന്ന് ചേരുകയാണ്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. പത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ, പ്രധാനമായും ഇന്ന് എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിന്റെ വാർത്തകൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായി പത്രങ്ങളിൽ ഉണ്ടാവുക അല്ലേ? വീണ്ടും ഗുഡ് മോർണിംഗ് ആര്യ, വീണ്ടും ഗുഡ് മോർണിംഗ് സജിത്ത്. ഏതായാലും നമുക്ക് പത്രവിശേഷങ്ങൾ നമ്മുടെ പ്രഭാത കേരളത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം നമ്മളൊക്കെ ഒരുപാട് വാർത്തകൾ, എക്സ്ക്ലൂസീവ് വാർത്തകളടക്കം നമ്മുടെ പത്രങ്ങളിൽ, മുഖ്യധാര പത്രങ്ങളിലടക്കം എല്ലാ പത്രങ്ങളിലും രാവിലെ ഉണ്ടാകാറുണ്ട്. ഒരുപാട് വാർത്തകളുണ്ട്, പ്രേക്ഷകർക്കായി പങ്കുവെക്കാം. പത്രം 18ലേക്ക് സ്വാഗതം. പത്രം 18 നമ്മൾ ആദ്യം പോകുന്നത് മലയാള മനോരമയുടെ ആദ്യ പേജിലേക്കാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, പല വാർത്തകളിൽ ആദ്യത്തെ പേജിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വിജയം, BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് വാർത്ത. പക്ഷേ അതിനോടൊപ്പം പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം, അതുമായി ബന്ധപ്പെട്ട ചരിത്രവിധിയുണ്ട് സുപ്രീം കോടതിയുടേത്. അതായത് കേന്ദ്ര സർക്കാരിന് തനിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാനാവില്ല എന്ന സുപ്രധാന വിധി, അത് BJP സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന വിശകലനമുണ്ട്. നിയമത്തിന് പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഒപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങിയ പ്രത്യേക സമിതി വേണം എന്ന വിധിയുണ്ടായത് സമീപകാലത്തെ നിരവധിയായ ആക്ഷേപങ്ങളുടെ, പരാതികളുടെ പശ്ചാത്തലത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഒപ്പം മനോരമയുടെ ഉൾപേജിൽ 8ാം പേജിൽ ഒരു കൗതുകമുള്ള വാർത്ത, അത് പെറുവിൽ നിന്നാണ്. അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ബാഗിൽ 800 വർഷം പഴക്കമുള്ള ഒരു മമ്മി കണ്ടെത്തിയിരിക്കുന്നു. അത് ഈ പെറുവിലെ പ്യൂനോ നഗരത്തിലാണ്. ഒരു സംഘം ചേർന്ന് മദ്യപിച്ചിരിക്കെ ഭക്ഷണ വിതരണ ജോലിക്കാരനായ ജൂലിയോ സെസാർ ബർബോഗയാണ് ഇത്തരത്തിൽ ഒരു പൗരാണിക ശരീരവുമായി കണ്ടെത്തിയത്. അദ്ദേഹം പറയുന്നത് ഇത് തൻ്റെ ആത്മീയ കൂട്ടുകാരിയാണ് എന്ന വിചിത്രമായ ഒരു വാദമാണ് ഈ പോലീസിനോട് ഉന്നയിച്ചത്. പക്ഷേ ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ വിഷയത്തിൽ അന്വേഷണവും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പെറുവിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനോരമയിലെ തന്നെ മറ്റൊരു പ്രധാന വാർത്ത, ഈ അസന്റ് കേരള നിക്ഷേപ സംഘവുമായി ബന്ധപ്പെട്ട് പ്രമുഖ വ്യവസായി കിറ്റക്സ് MD സാബു ജേക്കബ് ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്. കാരണം കേരള സർക്കാർ വളരെ കൊട്ടിക്കോശി നടപ്പിലാക്കിയ അസന്റിൽ വന്ന നിക്ഷേപം വളരെ ചെറുതാണ് എന്നുള്ളതാണ്. 2020 ആഗോള നിക്ഷേപ സംഗമത്തിൽ 1 ലക്ഷം കോടി നിക്ഷേപം വന്നുവെന്ന സർക്കാർ വാദത്തെ പൊളിച്ചുകൊണ്ടുള്ളതാണ് ഈ മനോരമയുടെ വാർത്ത. പ്രഖ്യാപിച്ചത് 18 മെഗാ പദ്ധതികൾ, പക്ഷേ 808 കോടി രൂപയുടെ മാത്രം നിക്ഷേപമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി. ഒപ്പം അസന്റ് കേരള സംഗമത്തിൽ കൊട്ടിക്കൊഴിച്ച പദ്ധതികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതും ഈ വാർത്തയിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് മനോരമ പ്രാധാന്യത്തോടെ തങ്ങളുടെ ബിസിനസ് പേജിൽ നൽകിയിരിക്കുന്നു. മറ്റൊന്ന് മാതൃഭൂമിയാണ്. സ്വാഭാവികമായി മാതൃഭൂമിയുടെ മോൾഭാഗം കാവി കളറാണ്. വടക്ക് കിഴക്ക് BJP കാറ്റ് എന്നാണ് അവരുടെ ഹെഡ്ലൈന്. ജയിച്ച മുഖ്യമന്ത്രിമാരുടെ അടക്കം പടം ഫ്രണ്ട് പേജിലുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധിയെ വാഗ്ദാനം നൽകി ഒന്നും സംഭവിക്കാതിരുന്ന സീതാറാം യെച്ചൂരിയുടെ ഫോട്ടോ അടക്കമുള്ള കാർട്ടൂൺ ഗോപികൃഷ്ണൻ്റെതുണ്ട്. എൻ്റെ മുഖമെന്താ ഇങ്ങനെ, മോഡിയാക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് തമാശ രൂപേണ ചോദിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫോട്ടോ അടക്കം തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ വാർത്ത മാതൃഭൂമി മുൻപേജിൽ നൽകിയിരിക്കുന്നു.
മറ്റൊന്ന് EP ജയരാജനുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ദിനകരൻ കൊമ്പുലത്ത് കണ്ണൂരിൽ നിന്നാണ്. വൈദേകം ആയുർവേദ റിസോർട്ടിനുള്ളിലെ ED റെയ്ഡ് പരിശോധന അടക്കം CPM-നുള്ളിലെ പുകയുന്ന രാഷ്ട്രീയ ദുരൂഹതകളുടെ ഭാഗമായാണ് എന്ന കണ്ടെത്തലാണ് മാതൃഭൂമി നടത്തിയിരിക്കുന്നത്. അത് വൈദേകം റിസോർട്ട് നമുക്കറിയാം നിയന്ത്രിക്കുന്നത് EP-യുടെ കുടുംബമാണ്. നമ്മളുടെ അഭിമുഖത്തിലൊക്കെ അദ്ദേഹം ഇക്കാര്യം പക്ഷേ ലാഘവത്തോടെ പറഞ്ഞുവെങ്കിൽ പോലും CPM-നുള്ളിലെ രാഷ്ട്രീയ കുടിപ്പക അത് വലിയ തോതിൽ ഈ റിസോർട്ടിലെ റെയ്ഡുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ മറ്റൊരു വാർത്ത ഈ 1-ാം തീയതി മുതൽ എല്ലാ IT സ്ഥാപനങ്ങളും പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായി. തുടർന്ന് ആളുകളൊക്കെ തിരിച്ച് അവരുടെ ഓഫീസുകളിലേക്ക് വരുന്നു. സ്വാഭാവികമായും വീട് വാങ്ങാനും വാടകയ്ക്കും കൈകൊള്ളും എന്ന വാർത്ത ബിസിനസ് പേജിൽ നൽകിയിട്ടുണ്ട്. വാടകയിൽ 20 മുതൽ 30% വിലയിലും വാടകയിലും വർധനമുണ്ടായിരിക്കുന്നു എന്ന വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി തങ്ങളുടെ ബിസിനസ് പേജ് നൽകിയിരിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് മാതൃഭൂമിയിലെ. കേരള കൗമുദിയിലേക്ക് വന്നാൽ ഒരു വർഷമായി ഉദ്ഘാടകനെ കാത്ത് കൊച്ചി മെട്രോ എന്നുള്ള വാർത്ത, കൊച്ചി വാട്ടർ മെട്രോ എന്നുള്ള വാർത്ത കേരള കൗമുദി തങ്ങളുടെ മുൻപേ നൽകിയിട്ടുണ്ട്. 78 ബോട്ടുകളുണ്ട്. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് തുടങ്ങിയ കൊച്ചി വാട്ടർ മെട്രോ അത് ഒരു വർഷമായി വെറുതെ കിടക്കുന്നു. പ്രാഥമിക ഘട്ടം സർവ്വസജ്ജമായിട്ടും ഉദ്ഘാടകനെ കിട്ടാത്തതാണ് ഈ കെടുകാര്യസ്ഥതയ്ക്കും അനാസ്ഥയ്ക്കും കാരണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. 743 കോടി രൂപയുടെ 76 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഉദ്ഘാടകനെ കിട്ടാത്തതിനെ തുടർന്ന് നിശ്ചലമായിരിക്കുന്നത് എന്നാണ് കേരള കൗമുദിയുടെ വാർത്ത. ഈ കേരള കൗമുദി മറ്റൊരു വാർത്ത അത് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. കരാർ കൊടുത്തിരിക്കുന്നത് ഡൽഹി കമ്പനിക്കാണ്. ഹെലികോപ്റ്റർ ഉടൻ എത്തും എന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 80 ലക്ഷത്തിന് മാസം 25 മണിക്കൂർ പറക്കാം എന്നതാണ് കരാർ. നമുക്ക് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയൊക്കെ ഈ അടുത്ത കാലത്ത് ചർച്ചയായ സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഈ വാർത്തയ്ക്ക് അതിൻ്റെ പ്രാധാന്യവുമുണ്ട്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ നമുക്ക് ത്രിപുര തെരഞ്ഞെടുപ്പിന്റെ വിജയം ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ 3 തെരഞ്ഞെടുപ്പുകളുടെ വിജയം പ്രാധാന്യത്തോടെ BJPക്ക് അനുകൂലമായി BJPയുടെ വിജയം നൽകിയിട്ടുണ്ട്. പക്ഷേ ഉൾപേജിൽ എഡിറ്റോറിയൽ പേജിൽ ഈ വിജയത്തിന് പിന്നിലുണ്ടായ കാരണങ്ങൾ അവർ അത്തരത്തിൽ തങ്ങളുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ത്രിപുരയിൽ 3ഇടത്തും ഒരേ രീതിയിൽ വോട്ടെടുപ്പ് നടത്താൻ കഴിയുമായിരുന്നു. പക്ഷേ BJP വിരുദ്ധ ഐക്യം കൂടുതൽ ശക്തമായി മാറുന്നതിന് മുൻപ് തന്നെ ത്രിപുരയിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തിയതിൽ ഒരു സംശയം ദേശാഭിമാനി പ്രവചിക്കുന്നു. ഒപ്പം തങ്ങൾക്ക് കാര്യമായ CPM-നടക്കം കാര്യമായ തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സാഹചര്യം ഒരുക്കാതെ അല്ലെങ്കിൽ ഉള്ള സമയം നൽകാതെയാണ് തെരഞ്ഞെടുപ്പ് എന്ന വിചിത്രമായ വാദവും ദേശാഭിമാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ജനയുഗത്തിലേക്ക് പോയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം തന്നെയാണ് ജനയുഗത്തിന്റെ പ്രധാന വാർത്ത. കേന്ദ്രത്തിന്റെ കുത്തകയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിലെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ജനയുഗം മുൻപേജിൽ നൽകിയിരിക്കുന്നത്. വീക്ഷണത്തിൽ പ്രാധാന്യത്തോടെ ഈ തെരഞ്ഞെടുപ്പ് വാർത്ത നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും റിസോർട്ടിൽ EP ജയരാജന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ കള്ളപ്പണമൊഴുകി എന്ന ഒരു സംശയം വീക്ഷണം തങ്ങളുടെ വാർത്തയിലൂടെ മുന്നോട്ട് വെക്കുന്നു. ഒപ്പം വൈദേകം റിസോർട്ടിൽ പരിശോധന കഴിഞ്ഞ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്ന ചിത്രമടക്കം ഈ വാർത്തയിൽ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ദ ഹിന്ദുവിലേക്ക് വന്നാൽ തെലങ്കാന ഗവൺമെന്റ് മൂവ്സ് സുപ്രീം കോർട്ട് ആസ് ഗവർണർ ഡിലേസ് നോട്ട് ടു ബിൽസ്. നമുക്കറിയാം ഇവിടെയും ഗവർണറുടെ ഭാഗത്തു നിന്ന് ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഇടപെടലുണ്ട്. ബില്ലുകൾ ഒപ്പിടാത്ത പശ്ചാത്തലമുണ്ട്. തെലങ്കാന ഗവർണർ തെലങ്കാനയിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഗവർണർക്കെതിരെ എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട് ദ ഹിന്ദു. നമുക്ക് ദ ഹിന്ദുവിൻ്റെ മറ്റൊരു വാർത്ത സ്പീക്കർ ഡിക്ലൈനിങ് ഒപ്പോസിഷൻ നോട്ടീസ് ഗോസ് എഗൻസ്റ്റ് പ്രസിഡൻസ്. അതായത് സ്പീക്കർ AN ഷംസീറിൻ്റെ നോട്ടീസ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഇത്തരം തുടർച്ചയായി പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ തള്ളുന്നതിനെതിരെ ഉള്ള വാർത്തയാണ്. അത് ഒരു ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്നാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദ ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത അതുതന്നെയാണ്. ഇത്തരത്തിൽ നിരവധിയായ വാർത്തകൾ ഇന്ന് പത്രങ്ങളിലുണ്ട്. ഇത് വളരെ പ്രാധാന്യത്തോടെ മിക്ക വാർത്തകളും എക്സ്ക്ലൂസീവായിട്ടുള്ള വാർത്തകളുണ്ട്. ഒപ്പം ഇന്നലെ സംഭവിച്ച തെരഞ്ഞെടുപ്പടക്കമുള്ള വാർത്തകളുണ്ട്. ഇതൊക്കെയാണ് പത്രം 18-ലൂടെ ഇന്ന് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. ബാക്ക് ടു ആര്യ ആൻഡ് സൈദ്. എന്തായാലും ഇന്നത്തെ പത്രത്തിൻ്റെ ഒരു സമഗ്ര ചിത്രമാണ് രഞ്ജിത്ത് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഞങ്ങൾ നിൽക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ മറ്റൊരു ഇടം, അതായത് ഷൂട്ടിങ്ങിന് സജ്ജമാക്കിയിരിക്കുന്നത്. അതെ അതെ, ഒരു വില്ല അല്ലെങ്കിൽ ഒരു അഗ്രഹാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന, അതായത് ഒരുപാട് വീടുകൾ ഇങ്ങനെ 2 സൈഡിലും നിരത്തി വെച്ചിരിക്കുന്ന ആ ഒരു തരത്തിലുള്ള സെറ്റാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഉള്ളത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ പുതിയ പണിതീർത്ത വീടുകളും തോന്നാം. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഡെമ്മി വീടുകളാണ്. കാരണം ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം സജ്ജീകരിച്ചിരിക്കുന്ന, എന്നാൽ
ഒറിജിനലെ വെല്ലുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയുള്ള അത്തരം വീടുകളാണ്. ഇത്തരത്തിലുള്ള ഇടങ്ങളാണ് പൊതുവിൽ ഈ സിനിമാ സ്റ്റുഡിയോകളിൽ, സിനിമാ സെറ്റുകളിലൊക്കെ കാണുന്ന അത്തരം സജ്ജീകരണങ്ങളാണ് ചിത്രാഞ്ജലിയിലും ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമയേക്കാൾ ഉപരി ഇപ്പോൾ ഇവിടെ സീരിയലുകൾക്കും മറ്റുമാണ് അല്ലേ കൂടുതലായി ഇത് പ്രയോജനപ്പെടുത്തുക. പക്ഷേ ഇന്ന് സിനിമയടക്കമുള്ള മറ്റ് ചിത്രീകരണങ്ങളുമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നും ഇത്തരത്തിൽ സിനിമാ ചിത്രീകരണമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിഗ് ബജറ്റിലേക്കൊക്കെ ചിത്രങ്ങൾ മാറിയതോടുകൂടി ആ ഒരു കഥാപശ്ചാത്തലം തിരഞ്ഞെത്തിയ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ അടക്കം ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലായി സീരിയലുകളാണ് ഇപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ സിനിമയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഒരു സിനിമയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സിനിമ റിലീസാവുകയാണ്. മലബാർ കലാപത്തിന്റെ കഥ പറയുന്ന 1921 പുഴ മുതൽ പുഴ വരെ ഇന്ന് പ്രദർശനം ആരംഭിക്കുകയാണ്. 81 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസിന് എത്തുന്നത്. ചിത്രത്തിന്റെ സെൻസറിംഗ് വൈകിപ്പിക്കുന്നു എന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. എന്തായാലും A സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദം ഉയർന്നതാണ്. കാരണം രാമസിംഹൻ, മുമ്പ് അലി അക്ബർ, ഇപ്പോൾ രാമസിംഹൻ, അദ്ദേഹം ആണ് സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. ഈ സിനിമയെ ഒരു ക്ലൗഡ് ഫണ്ടിങ്ങിലൂടെ ഇതിനുവേണ്ടി പണം കണ്ടെത്തുകയായിരുന്നു. അതായത് ഇതിന് പരാമർശിക്കുന്ന പ്രമേയം മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്നു, അതിന് ബദലായി ഇറങ്ങുന്ന സിനിമ എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും 81 കേന്ദ്രങ്ങളിൽ അല്ലേ ഈ സിനിമ റിലീസ് ചെയ്യുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാമസിംഹൻ ന്യൂസ് 18നോട് പറയുന്നത് വേണ്ടത്ര ഒരു പ്രചോദനം തനിക്ക് BJPക്കൊപ്പം അത്തരമൊരു നിലപാടെടുത്തിട്ട് കിട്ടിയിട്ടില്ല. ഇടതുപക്ഷം കലാകാരന്മാരെ ഒപ്പം ചേർത്ത് നിർത്തുന്നത് പോലെയുള്ള ഒരു പിന്തുണ തനിക്ക് BJPക്കൊപ്പം കിട്ടുന്നില്ല. അതേസമയം തന്നെ സുരേഷ് ഗോപി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ ആ ഒരു സാഹചര്യത്തിന് മാറ്റം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ന്യൂസ് 18നോട് അദ്ദേഹം പ്രത്യേകമായി ന്യൂസ് 18 നൽകിയ ആ അഭിമുഖത്തിന്റെ ഒരു പ്രസക്ത ഭാഗത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മലബാർ കലാപത്തിന്റെ കഥ പറയുന്ന പുഴ മുതൽ പുഴ വരെ ഇന്ന് തിയേറ്ററുകളിലെത്തുകയാണ്. സംവിധായകൻ രാമസിംഹൻ നമ്മളോടൊപ്പം ഉണ്ട്. ചിത്രത്തിന്റെ ടൈറ്റിലൊക്കെ കാണുന്നത് സംവിധാനം രാമസിംഹൻ എന്നും നിർമ്മാണം അലി അക്ബർ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അലി അക്ബറാണ് നിർമ്മാണം തുടങ്ങി വെച്ചത്. അതിനുശേഷമാണ് ഞാൻ ഹിന്ദു കൺവേർഷൻ നടത്തിയത് സിനിമ പൂർത്തിയായതിനു ശേഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും അലി അക്ബർ എന്ന് പറഞ്ഞാൽ ലീഗലായിട്ട് ഉള്ള എല്ലാ എഗ്രിമെൻറ്റിലും കാര്യങ്ങളിലും അലി അക്ബർ ഒപ്പിട്ടിരിക്കുന്നത്. അത് മാറ്റണമെങ്കിൽ ഇനി 6 മാസം എടുക്കും. കാരണം ഈ അക്കൗണ്ടൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അത് നമ്മുടെ സർക്കാർ സംവിധാനത്തിലൂടെ പേര് മാറ്റാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് അലി അക്ബർ കിടക്കുന്നുണ്ട്. പിന്നെ അലി അക്ബർ എന്ന് പറയുന്ന വ്യക്തി രണ്ടല്ല, അലി അക്ബറും രാമസിംഹനും ഒന്ന് തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അത് രാമനും റഹീമും ജോസഫും ഒക്കെ ഒരേ, അത് നമ്മളോട് തത്വമസി എന്നല്ല പറഞ്ഞത്, ഒരേ ആത്മാവിന്റെ അംശമാണ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നത്. വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെ സ്വീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. വലിയൊരു സമരത്തിൻ്റെ എൻഡാണിത്. വലിയൊരു സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസ്ഥിതിയോട് സമരം ചെയ്തു, ചരിത്രകാരന്മാരോട് സമരം ചെയ്തു, എതിർപ്പുകളൊക്കെ നേരിട്ട് അത് എന്താണ് പടവെട്ടി തന്നെയാണ് ഈ പടം തിയേറ്ററിലേക്ക് വരുന്നത്. അത് ജനങ്ങൾ, എനിക്കൊന്നും ലോകത്ത് ആദ്യമായിട്ടാണ് ജനങ്ങൾ നിർമ്മിക്കുന്നു, ജനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ജനങ്ങൾ കാണുന്നു. അങ്ങനെ ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം ജനങ്ങളാണ്. ഇതിൻ്റെ പരസ്യ ദാതാക്കളും ജനങ്ങളാണ്. പറഞ്ഞപ്പോഴാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിർമ്മിച്ച സിനിമയാണ് മമധർമ്മ എന്നൊക്കെയുള്ള പേരിൽ അങ്ങനെ കണ്ടു. അപ്പം എത്ര പണം ഇതിന് ചിലവായിട്ടുണ്ട്? സാമ്പത്തികമായിട്ട് ഇപ്പം നമുക്ക് 2 കോടി ചില്ലുവാനും ചിലവായിട്ടുണ്ട്. അതായത് ഇൻക്ലൂഡിങ് ഹിന്ദി അടക്കമാണ്. അതും കൂടി ചിന്തിക്കണം. ഹിന്ദി അടക്കം 2 കോടി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മാൻ പവർ കടമാണ്. വലിയൊരു മാൻ പവർ ഉണ്ട്, ഏകദേശം 2 കോടിയുടെ മാൻ പവർ ഉണ്ട്. അത് കടമായിട്ട് വെച്ചോളൂ. പക്ഷേ സാമ്പത്തികമായിട്ട് നമുക്ക് 2 കോടി ആണ് ഡിസ്ട്രിബ്യൂഷൻ അടക്കം. ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ എല്ലാം ഇതുവരെയുള്ള എല്ലാ ഒരു നയാ പൈസ പോലും ഇപ്പം ഞാൻ കുറച്ച് കടക്കാരാണ്. ഇത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കുറച്ച് കടം മേടിച്ചു എന്നല്ലാതെ അതും പൊതു ഫണ്ടിൽ നിന്നാണ് കടം മേടിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ഈ കടമായിട്ട് വ്യക്തിപരമായ കടമായിട്ട് മേടിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പൊതു ഫണ്ടിൽ നിന്ന് കടം തന്നതും അങ്ങനെ കടം തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഈ ഇങ്ങനൊരു പ്രമേയം വരുന്ന സമയത്ത് നേരത്തെ ഈ പലതരത്തിലുള്ള ചർച്ച ഇത് കർഷക സമരമാണെന്നും അതേപോലെ തന്നെ അങ്ങനെയല്ല അത് വർഗീയ കലാപമാണെന്നും ഇങ്ങനെയൊക്കെയുള്ള പല വേർഷൻസ് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഞാൻ തീർച്ചയായിട്ടും ഇതൊരു ഹിന്ദു ഹത്യയായിട്ട് തന്നെ കണക്കാക്കുന്നത്. കാരണം ഇത് തുടങ്ങിയത് ശരിയാണ്,
ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങി. പക്ഷെ അവസാനിച്ചത് പരിപൂർണമായിട്ടും ഈ എന്താ പറയുക മതം മാറ്റവും ക്രൂരമായ കൊലപാതകത്തിലാണ് അവസാനിച്ചത്. അത് മാധവൻ നായർ ഇതിൻ്റെ നേതാവായിരുന്നല്ലോ, അതിനേക്കാൾ വലിയ തെളിവ് വേണ്ട. പിന്നെ ഗാന്ധിജിയുടെ വാക്കുകൾ നമ്മൾ എടുക്കുക, അംബേദ്കറിൻ്റെ വാക്കുകൾ എടുക്കുക, ആനി ബസൻ്റെ വാക്കുകൾ എടുക്കുക. അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ കാലഘട്ടത്തെക്കുറിച്ച്? അതൊക്കെ ഗാന്ധിജിയെ മറന്നു നമ്മൾ, ആനി ബസൻ്റെ മറന്നു നമ്മൾ, മാധവൻ നായരെ മറന്നു, ഗോപാലൻ നായരെ മറന്നു. അങ്ങനെ അന്ന് ജീവിച്ചിരുന്ന ഇതിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്നവരൊക്കെ നമ്മൾ മറന്നിട്ട് പുതിയ 80കളിൽ ഉണ്ടാക്കിയ കുറേ പച്ച നുണകൾ, ഞാൻ അങ്ങനെ പറയും, പച്ച നുണകൾ, ആ നുണകൾ പ്രചരിപ്പിക്കുന്ന ഭാഗത്തേക്ക് നിൽക്കാൻ പ്രയാസമുണ്ട്. കാരണം ഇന്നും ആ വീടുകളുണ്ട്, അവിടെയൊക്കെ ആ വീടുകളുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. അന്ന് വെട്ടിയ വെട്ടും അന്ന് ഇടിച്ച പാടും ഇന്നും ആ വീടുകളുടെ മുകളിലുണ്ട്. 101 വർഷം കഴിയുമ്പോഴും അതിൻ്റെ പാടുകൾ മാഞ്ഞു പോയിട്ടില്ല. താങ്കൾ BJP ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? അപ്പം അതിനുശേഷം ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടായോ? പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് ഞാൻ തേടിയിട്ടുമില്ല, എനിക്ക് ലഭിച്ചിട്ടുമില്ല. ഈ പാർട്ടി എന്നുള്ളത് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ചിലപ്പം ഫണ്ട് തന്നിട്ടുണ്ടാവും. അതല്ലാതെ ഇപ്പം സുരേന്ദ്രൻ ഇപ്പോഴാണ് പടത്തിനെ കുറിച്ച് അവസാന നിമിഷത്തിൽ പടം കാണണമെന്ന് പറഞ്ഞത്. അതല്ലാതെ ഒരു ഫണ്ട് ശേഖരിക്കാനോ ഒന്നും ഒരു രാഷ്ട്രീയ കക്ഷികളും കൂടെ നിന്നിട്ടില്ല. സംസ്ഥാനത്ത് ഹീമോഫീലിയ രോഗികൾക്കുള്ള മരുന്ന് വിതരണ സംവിധാനത്തിലെ മാറ്റം കുട്ടികൾക്കടക്കമുള്ള രോഗബാധിതർക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഏത് സമയവും രക്തസ്രാവ ഭീഷണി ഉള്ളതിനാൽ വീടുകളിലേക്ക് മരുന്ന് കൊടുത്തു വിടാൻ കഴിയില്ലെന്ന ആരോഗ്യവകുപ്പിന്റെ തീരുമാനമാണ് രോഗികളുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നത്. നമുക്ക് ആ വാർത്ത കാണാം. ഇത് ഏലൂർ സ്വദേശിയായ 9 വയസ്സുകാരൻ മാധവ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നുവെങ്കിലും ആഴ്ചയിൽ 1-2 ദിവസമാണ് ക്ലാസ്സിൽ പോകാൻ കഴിയുന്നത്. മുറിവേറ്റാൽ രക്തസ്രാവം നിലയ്ക്കാത്ത ഹീമോഫീലിയ രോഗബാധിതനാണ് മാധവ്. ചികിത്സയുടെ ഭാഗമായി കുത്തിവയ്പ്പിനായി ആഴ്ചയിൽ 2 പ്രവൃത്തി ദിനങ്ങൾ ആലുവയിലെ ആശുപത്രിയിൽ പോകണം. ശനിയാഴ്ച കൂടി കുത്തിവയ്പ്പുള്ളതിനാൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനായ അച്ഛൻ പ്രവീണിന് 3 ദിവസം ജോലി നഷ്ടപ്പെടും. ഏതു സമയവും ആന്തരികവും ബാഹ്യവുമായ മുറിവേൽക്കാൻ സാധ്യതയുള്ളവരാണ് ഹീമോഫീലിയ രോഗികൾ. കൃത്യസമയത്ത് കുത്തിവെച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി 2-3 ഡോസ് കുത്തിവയ്പ് രോഗികൾക്ക് കൊടുത്തുവിട്ടിരുന്നു. എന്നാൽ ആശുപത്രിയിലെത്തിയാൽ മാത്രം കുത്തിവയ്പ്പെന്ന പുതിയ രീതിയാണ് തിരിച്ചടിയാവുന്നത്. നേരത്തെ കാരുണ്യയുടെ ഇതിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ തരുമായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മരുന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫൈലാക്സിസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രമേ അവർ മരുന്ന് തരും. ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ്റെ പഠിപ്പ്, നമ്മുടെ ജോലി, അവിടെ ചെന്ന് മരുന്നെടുത്ത് തിരിച്ചു വിടുന്ന കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ളത്. തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയായ ESI മുഖേനയും മരുന്ന് നൽകുന്നതിന് വ്യവസ്ഥകളുണ്ട്. എന്നാൽ ചിലവേറിയതെന്ന പേരിൽ ESIയും മരുന്ന് നിഷേധിക്കുന്നതായി പ്രവീൺ പറയുന്നു. ആദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്നിന് ഭയങ്കര വില കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഓർഡർ ചെയ്ത് വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് തന്നെ. ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ രണ്ടാമതും പേപ്പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്താണ്, എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് അറിയില്ല. ആരെ വിളിച്ചു കഴിഞ്ഞാലും അവർ ശരിയാക്കിയിട്ടുണ്ട്, റെഡിയാക്കി തരാം എന്ന് പറഞ്ഞത്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ കണ്ടത് മാക്സിമം ഒരു 15-20 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടാണ് മറ്റുള്ള പിള്ളേർക്ക് മരുന്ന് കിട്ടിയേക്കുന്നത്. രോഗികൾ മരുന്ന് ദുരുപയോഗം ചെയ്യുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കുത്തിവയ്പ് കൊടുത്തുവിടുന്നത് നിർത്തലാക്കിയത്. എന്നാൽ എലിയെ പേടിച്ച് ഇല്ലം ചുട്ട സർക്കാർ നടപടി മാധവിനെ പോലെയുള്ള നിരവധി പേരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. നല്ല ഭക്ഷണം, വ്യത്യസ്തമായ രുചിയിടമൊക്കെ തേടി പോകാറുള്ളവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അത്തരത്തിലൊരു രുചിയിടത്തിനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഭക്ഷണപ്രിയരുടെ പ്രിയപ്പെട്ട രുചികളിൽ ഒന്നാണ് ആന്ധ്ര ടേസ്റ്റ് എന്നുള്ളത്. ഇത് മലയാളികൾ അവരുടെ തനത് രുചികൾ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ രുചി, പഞ്ചാബ്, ആന്ധ്ര, തമിഴ്നാട് രുചികൾ നമുക്ക് നേരത്തെ പരിചിതമുണ്ട്. അപ്പം അത്തരം ഒരു വ്യത്യസ്ത ഇടമാണ്. കാരദോശ മുതൽ ബിരിയാണി വരെയുള്ള രുചിക്കൂട്ടുകളുടെ വിശേഷങ്ങളാണ് ആന്ധ്രാകാരം എന്നുള്ള കൊച്ചിയിലെ രുചിയിടം നമുക്ക് സമ്മാനിക്കുന്നത്.
ആന്ധ്രയുടെ രുചിഭേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു മുളകരിഞ്ഞു തുടങ്ങും. വിഭവങ്ങളിൽ അത്രയ്ക്കുണ്ട് മുളകിൻ്റെ കയ്യൂക്ക്. എങ്കിലും ഇഷ്ടക്കാർ ഏറെയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടപ്പള്ളി ബൈപ്പാസിൽ ആന്ധ്രാക്കാരം പിറവിയെടുക്കുന്നത്. പ്രശസ്ത കുച്ചിപ്പുടി നർത്തകി അനുപമ മോഹനും മകൻ ഉപേന്ദ്ര മോഹനും സുഹൃത്തുക്കളുമാണ് ഈ ആശയത്തിന് പിന്നിൽ. നമ്മൾ ഭയങ്കര സട്ടിലായിട്ട് വേണം. ഇന്നത്തെ കാലത്ത് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഭയങ്കര മോഡേൺ ആയിട്ട് പോവാണ്. പക്ഷെ നമ്മളുടെ ഇന്റീരിയേഴ്സ് ഭയങ്കര ഡൗൺ ടു എർത്തും നമ്മളുടെ നാച്ചുറൽ കളേഴ്സിന്റെ അടുത്ത് എത്തിക്കണം എന്നൊക്കെ ഒരു തോട്ടോടെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയാൽ തന്നെ ഒരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീല് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ വന്ന കസ്റ്റമേഴ്സ് പല ആൾക്കാരും ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. മാംസാഹാരത്തിൽ ഹൈദരാബാദിന്റെ രുചിയും ആന്ധ്രയുടെ രുചിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ബിരിയാണികളിലും കറിക്കൂട്ടുകളിലും ഇത് പ്രകടമാണ്. മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രുചികൾ തന്നെയെന്ന് അനുപമ മോഹൻ. ഇത് കോമൺ ആയിട്ട് കിട്ടാത്ത പല സംഭവങ്ങൾ സൊറാപ്പിട്ടു എന്നൊക്കെ പറയും. അതായത് സ്രാവിൻ്റെ ഫിഷിൻ്റെ സൊറാപ്പിട്ടു എന്ന് പറയും. പിന്നെ കീമ ബോൾസ്, അങ്ങനത്തെ ഒരുപാട് പക്ക ആന്ധ്ര, പക്ക നെല്ലൂർ അല്ലെങ്കിൽ പറയണമെങ്കിൽ പക്ക നെല്ലൂർ ഫുഡ് ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. പക്ക നെല്ലൂർ കാരം ദോശ എന്ന് പറയാം, അല്ലെങ്കിൽ നെയ് ദോശ എന്ന് പറയാം. അതൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. NTRും നാഗേശ്വര റാവുവും സാവിത്രിയുമെല്ലാം നിറയുന്ന ആന്ധ്രയുടെ സിനിമാ ചരിത്രമാണ് ഹോട്ടലിന്റെ ഭിത്തിയെ അലങ്കരിക്കുന്നത്. കൊച്ചിയുടെ രുചിഭേദങ്ങളിൽ ഇനി ആന്ധ്രയുടെ രുചിപ്പെരുമയുമുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. കൃഷി വകുപ്പിന്റെ വൈഗ 2023 പുത്തരിക്കണ്ടത്ത് പുരോഗമിക്കുകയാണ്. അവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ജമ്മു കാശ്മീർ സർക്കാരിന്റെ സ്റ്റാളാണ്. അവിടെ ചെന്നാൽ വ്യത്യസ്ത കാഴ്ചകളാണ്. ജമ്മുവിൻ്റെ സ്റ്റാളിൽ ചെന്ന് അവിടുന്ന് നല്ല ആപ്പിൾ വാങ്ങാം. ഒപ്പം തന്നെ ആസാമിന്റെ സ്റ്റാളിലും ഏറെ പ്രത്യേകതയുമുണ്ട്. കാശുണ്ടെങ്കിൽ ജമ്മു കാശ്മീർ സ്റ്റാളിൽ നിന്ന് കുറച്ച് കുങ്കുമം വാങ്ങിപ്പോരാം. സംസ്ഥാനത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ കാർഷിക വൈവിധ്യവും വൈഗയിലുണ്ട്. കാശ്മീരി സർക്കാർ ഒരുക്കിയിട്ടുള്ള ഈ സ്റ്റോളുകൾ കാശ്മീരി രുചിക്കൂട്ടുകളുടെ കലവറയാണ്. 200-ലേറെ സ്റ്റോളുകളുള്ള വൈഗാമേളയിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇടം ജമ്മു കാശ്മീർ സർക്കാരിന്റെ സ്റ്റോളുകളാണ്. 2 സ്റ്റോളുകളിലായി 8 കാശ്മീരികൾ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. പുൽവാമയിലെ കർഷകർ വിളയിച്ചെടുത്ത ആപ്പിളും ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെയുണ്ട്. കാശ്മീർ താഴ്വരയിലെ കുങ്കുമപ്പൂവാണ് എല്ലാവരിലും കൗതുകമുണർത്തുന്നത്. വില കൂടുതലാണെങ്കിലും വാങ്ങുന്നതിൽ ആർക്കും പിശുക്കൊന്നുമില്ല. കുങ്കുമപ്പൂവ് കൂടാതെ ലാവൻഡർ ഓയിലും കാശ്മീരി തേനും ബദാമും വാൾനട്ടുമെല്ലാം വാങ്ങാം. കാശ്മീരി ചില്ലിയും പ്രദർശനത്തിനുണ്ട്. വിൽക്കാനല്ലെങ്കിലും വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ആപ്പിളും കാഴ്ചയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. കാശ്മീരിന്റെ രുചിക്കൂട്ടുകളുടെ കലവറയാണ് വൈഗയിലെ ഈ സ്റ്റോളുകൾ. വെരി മച്ച് താങ്ക്ഫുൾ ടു ദ ഗവൺമെന്റ് ഓഫ് കേരള, particularly Minister of Department of Agriculture, Prasad Saab. They have given a very good support to installing this stall here, and he visited 3 times to our stall for giving a very good suggestions how to upgrade your stall, how to uplift your industry, how to upgrade your economy in the agriculture. ആസാമികളുടെ സ്റ്റോളിലുമുണ്ട് വ്യത്യസ്ത ഇനങ്ങൾ. ഇഞ്ചിയും ഏലക്കയും ഓറഞ്ചുമെല്ലാം നമ്മുടെ നാട്ടിലുമുണ്ടെങ്കിലും ആസാമി സ്റ്റോളിലെ ഈ സാധനങ്ങൾ കാഴ്ചക്കാർക്ക് കൗതുകമാണ്. ക്യാമറാമാൻ സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പം വൈഗ കാഴ്ചകളാണ് നമ്മൾ കണ്ട്. വൈഗയിൽ വിലയേറിയ സാധനം കുങ്കുമമല്ല, കുങ്കുമപ്പൂവാണ് എന്നൊരു തിരുത്തുകൂടി ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇനി വേറൊരു കാഴ്ച, കാടിറങ്ങി വന്നവർ കാഴ്ചകൾ കണ്ടു. മനോഹരമായ നഗര കാഴ്ചകൾ. കാടിറങ്ങി വന്ന് കടലും കണ്ടു അല്ലേ? അതെ, തീവണ്ടി കണ്ടു, നിരത്തിൽ പാഞ്ഞ വാഹനങ്ങൾ കണ്ടു. എന്തായാലും തിരുവനന്തപുരത്ത് ഒട്ടേറെ കാഴ്ചകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ കാഴ്ചകൾ കാണാൻ എത്തിയത് മറ്റാരുമല്ല, ഇടുക്കിയിലെ ഇടമലക്കുടിയിൽ നിന്നുള്ള കുട്ടികളാണ്. ആ കുരുന്നുകളുടെ വിശേഷങ്ങളിലേക്ക്. കാടിനുള്ളിൽ പിറവിയെടുക്കുന്ന അരുവികൾ ആറായും പുഴയായും ഒഴുകി കടലിനോട് ചേരുന്നു. എന്നാൽ കാടിനുള്ളിൽ പിറവിയെടുത്തവരിൽ എത്രയോ പേർ ജീവിതത്തിൽ ഒരിക്കൽ പോലും കടൽ കാണാനാകാതെ തിരയെ തൊടാൻ കഴിയാതെ ആശ മാത്രം ബാക്കി വെച്ചിട്ടുണ്ടാകും.
ഒരു കാലം വരെ പുറം ലോകവുമായി ബന്ധമില്ലാതിരുന്ന ഇടമലക്കുടി ആദിവാസി ഊരിലെ കണ്ണനും ശക്തിയും തിരുമുരുകനും ഉൾപ്പെടെ 29 വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു അവസരമില്ലായ്മയെ മറികടന്നു. കടൽ കണ്ടത് മാത്രമല്ല, അവർ നഗരം ചുറ്റി കാഴ്ചകൾ അനുഭവമാക്കി. വാനത്ത് പാറുന്ന സിംഗാടേ വിനുന്തു പന്തിക്ക് വെറുവിറ വാനം പക്കത്ത കുഞ്ചിലു പാടേ വിരുந்துக்கு വന്നേ ഗന്ധം തരുവரு പിഞ്ചടക് തകസ തണ്ടം പിഞ്ച് സോളകം സുട്ടു തണ്ടം പിഞ്ച് തീമലക്കായ്. നഗരമധ്യത്തിലെ മൃഗശാല അവർക്ക് കൗതുകമായി. വിദ്യാഭ്യാസ വകുപ്പിന്റെ പടുപ്പുറസ് പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്കായി യാത്ര സംഘടിപ്പിച്ചത്. ഇന്ന് ഈ കുട്ടികളോടെ നിൽക്കുമ്പം ശരിക്കും വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ജൂൺ 1 ഈ സ്കൂളിൽ പോയപ്പോൾ ഈ കുട്ടികളെ കണ്ടായിരുന്നു പ്രവേശനോത്സവത്തിന്. അന്ന് ഈ കുട്ടികൾ എന്നോട് പെരുമാറുന്നതും ഇപ്പം പെരുമാറുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അന്ന് ആരും നമ്മുടെ അടുത്ത് വരത്തില്ല, മുഖത്ത് നോക്കില്ല. ഇപ്പം അങ്ങനെയല്ല, ഇവർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും, എന്താ ഇതുവരെ വരാത്തതെന്ന് ചോദിക്കും. അങ്ങനെ കുട്ടികളുടെ സാമൂഹ്യവൽക്കരണം, അതായത് സോഷ്യലൈസേഷൻ ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞു. മുതുവാൻ ഭാഷ സംസാരിക്കുന്ന ഇടമലക്കുടിയിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ മലയാളവും ഇംഗ്ലീഷും മറ്റ് ശാസ്ത്ര വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടമലക്കുടിയിലെ കുട്ടികളുടെ സന്തോഷം, അതെ, വലിയ സന്തോഷം നമുക്കും പകർന്നു നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു, ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു. എന്തായാലും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല, പക്ഷെ പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ചിത്രാഞ്ജലിയിലെ പ്രഭാത കേരളം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ചിത്രാഞ്ജലിയിലെ എല്ലാ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിരവധി കാഴ്ചകളുണ്ട്, നമുക്ക് സമയപരിമിതിയൊക്കെ തടസ്സങ്ങളായിരുന്നു. എന്തായാലും ചിത്രാഞ്ജലിയിൽ മറ്റൊരു എപ്പിസോഡ് കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും മറ്റൊരു സ്ഥലത്തെ പുതിയ കാഴ്ചകളും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഇനി ബാക്കി വാർത്തകൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.